പഴയ ലീഡേഴ്സിനെല്ലാം ഒരിക്കൽ കൂടെ തങ്ങളുടെ കഴിവുകൾ കൂടുതൽ മൂർച്ചയുള്ളതാക്കി മാറ്റാനും കൂടുതൽ അറിവുള്ളവരായി മാറാനും അവസരം ഇവിടെ ലഭിക്കുന്നതാണ്. പുതിയതായി വന്നിട്ടുള്ളവർക്കും എന്താണ് ഈ ബയോട്ടോറിയം എന്നതും അത് നമ്മുടെ ആരോഗ്യ രംഗത്തെയും സാമ്പത്തിക രംഗത്തെയും എങ്ങനെ നിലവിലുള്ള സാഹചര്യത്തിൽ നിന്ന് മാറ്റി പുതിയൊരു മേഖലയിലൂടെ കടത്തി സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കാൻ ദൈവം ആയുസ് തന്നിട്ടുള്ള കാലം വരെ എങ്ങനെ ഇരിക്കാം എന്നുള്ളതിനെ പഠിക്കാനുള്ള അവസരമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ എല്ലാവരും ഈ മീറ്റിംഗ് കഴിയുന്നവരെ ശ്രദ്ധാപൂർവം ഇവിടെ തന്നെ ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നമുക്ക് കിട്ടുന്ന അറിവുകൾ ഒന്നും ചെറുതല്ല. ഏത് മേഖലയിലാണെങ്കിലും ഏത് നിമിഷമാണ് നമുക്ക് കൂടുതൽ പ്രയോജനകരമായ ഒരു അറിവ് കിട്ടുക എന്ന് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യാവസാനം എല്ലാവരും സന്നിഹിതരായിരിക്കുവാൻ വേണ്ടി ഞാൻ ഒരിക്കൽ കൂടെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഷാജി ജോസഫ്, കണ്ണൂർ ജില്ല ഇരിട്ടി സ്വദേശിയാണ്. ബൈ പ്രൊഫഷൻ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. പക്ഷെ ഈ ബയോട്ടോറിയം എന്നൊരു മഹത്തായ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് എന്റെയും കുടുംബത്തിൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ മൂലം ഇപ്പോൾ ഒരു ഫുൾ ടൈം പ്രവർത്തനമായി ഈ ഒരു കൺസേണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സന്തോഷകരമായ ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പലപ്പോഴും നമുക്ക് ജീവിതം ആസ്വദിക്കാൻ പല പരിമിതികളും ഉണ്ടായിരിക്കും. ഒന്നുകിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ. അപ്പൊ ഇത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ജീവിതം ആസ്വദിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു അവസരമാണ് നിങ്ങൾ ഓരോരുത്തരുടെയും മുന്നിൽ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ ഒരു അവസരം ഇവിടെ തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ആവശ്യമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള ഒരു ഊർജം ലഭിക്കുന്നതാണ്. ആരോഗ്യപരമായ അറിവുകൾ നേടേണ്ട ആളുകളും ഇവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ സാമ്പത്തികമായി എങ്ങനെ മെച്ചപ്പെടാം എന്ന അറിവുകൾ നേടേണ്ട ആളുകളും ഇവിടെ ഉണ്ടാവും. അപ്പോൾ രണ്ട് തലത്തിലുള്ള ആളുകളെ സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സെഷനാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നടക്കാൻ പോകുന്നത്. അറിവുകൾ സമ്പാദിച്ച് മറ്റുള്ളവരിലേക്ക് നമ്മൾ പകരാൻ തയ്യാറാവുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ ദൈവദൂതന്മാരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ആളുകൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടാവും, ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ മറ്റുള്ളവരിലേക്ക് പകരാൻ തയ്യാറാവുന്നില്ല. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്, നമുക്ക് കിട്ടിയ ഗുണഫലങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മളെന്ന ഈ മനുഷ്യജീവൻ ഇന്നോ നാളെയോ കൊഴിഞ്ഞു പോയേക്കാവുന്ന ഈ മനുഷ്യജീവന് മറ്റെന്താണ് ഒരു വില ഉണ്ടാവുക? ഒരു ധനനഷ്ടം പോലുമില്ലാതെ മറ്റുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ആരോഗ്യവും സമ്പത്തും പ്രധാനം നൽകാൻ സാധിക്കുന്ന ഏറ്റവും മഹത്തായ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള അറിവുകളാണ് നമ്മൾ പകരാൻ തയ്യാറാവേണ്ടത്. അപ്പോൾ ഈ സെഷനിൽ ഇന്ന് നയിക്കാൻ വന്നിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ സ്വദേശിയായ സുരേഷ് കെയർ സാറാണ്. അദ്ദേഹം ഇൻഫ്രാസ്ട്രക്ചറൽ മേഖലകളിലും അതുപോലെ ഡയറക്ട് സെല്ലിംഗ് മേഖലയിലും നീണ്ട കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിത്വമാണ്. കടന്നു വന്ന എല്ലാ മേഖലകളിലും വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്ന ആളുകളിലേക്ക് കൃത്യമായ രീതിയിലുള്ള അവയർനെസ് പകർന്നു നൽകിക്കൊണ്ട് ആരോഗ്യപരമായും സാമ്പത്തികപരമായിട്ടും എങ്ങനെ മുന്നേറണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു പ്ലാനിങ്ങോടെ ജീവിതത്തിൽ വിജയിച്ച് കാണിച്ചു തന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ഈ അറിവുകൾ സമ്പാദിക്കാനുള്ള അവസരം ഇവിടെ വന്നിരിക്കുകയാണ്. എല്ലാവരെയും സ്നേഹപൂർവ്വം നമ്മുടെ സുരേഷ് കെ എസ് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. സാറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, അത് പ്രാവർത്തികമാക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഉയർന്ന കോണിലേക്ക് നയിക്കുവാൻ ഈ ഒരു ടീമിനെ, മനോജ് സാറിന്റെ നേതൃത്വത്തിലുള്ള ഈ കേരള ഈ ബയോട്ടോറിയം ടീമിനെ സാധിക്കും എന്ന് ഞാൻ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ സെഷൻ ആരംഭിക്കാം. വെൽക്കം സുരേഷ് സാർ. ഈ ഒരു സെഷനിലൂടെ ഞങ്ങളെ അറിവുള്ളവരാക്കുക, താങ്കളുടെ എക്സ്പീരിയൻസ് ഞങ്ങളേക്ക് പകർന്നു നിന്നുകൊണ്ട് ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ ഞങ്ങളെ ഏവരെയും കർമ്മനിരതരാക്കുക. വെൽക്കം സാർ. ഗുഡ് ഈവനിങ് ഓൾ. എന്നെ ഗുഡ് ഈവനിങ് കാണാനും കേൾക്കാനും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഷായ് സാറേ ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ. യെസ്. സ്ക്രീൻ ഷെയറിംഗ് കാണുന്നുണ്ട്. ഓക്കെ. എന്നെ അതിമനോഹരമായി ഷായ് സാറ് പരിചയപ്പെടുത്തുകയുണ്ടായി. ഞാൻ ഒരിക്കൽ കൂടെ ഇന്ന് നമ്മുടെ ഈ മീറ്റിംഗ് ഹാളിലുള്ള കേരളത്തിലെ ഈ ബയോട്ടോറിയത്തെ ഏറ്റെടുത്തിട്ടുള്ള, അതോടൊപ്പം തന്നെ ഒരു ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ
ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്ത് അടുത്തറിയാനായി എത്തിച്ചേർന്നിട്ടുള്ള പുതിയ വ്യക്തികളെ, നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവനായി ജീവിതമായി ഏറ്റെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും ലീഡേഴ്സിനെയും, പ്രത്യേകിച്ച് നമ്മുടെ ഗ്രേറ്റ് ലീഡർ നമ്മുടെ മെന്റർ മനോജ് സാറേയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുക. നമ്മുടെ എല്ലാ ബുധനാഴ്ചകളിലും അതുപോലെ തന്നെ ഞായറാഴ്ചകളിലും 2 ദിവസം കോമൺ ആയിട്ട് കേരള ഈ ബയോട്ടോറിയത്തിന്റെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. കേരളത്തിലുള്ള മുഴുവൻ ടീമംഗങ്ങളും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ നല്ലൊരു ഞായറാഴ്ച സന്ധ്യാസമയത്ത് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തില് വലിയൊരു അവസരത്തെ പരിചയപ്പെടാനാണ് നമ്മൾ ഇവിടെ നിന്ന് ഒത്തുകൂടിയിട്ടുള്ളത്. എന്താണ് അവസരം, അത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ഗുണകരമാവുന്നു എന്നതിനെ കുറിച്ചാണ് വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന, ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന 2 വാക്കുകളാണ് ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഹെൽത്ത്, വെൽത്ത്. ആരോഗ്യവും വരുമാനവും. ഇതൊരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. നമ്മള് ചുറ്റുപാടും പരിശോധിക്കുന്ന സമയത്ത് കുറെ അധികം ആളുകൾക്ക് അവരുടെ കയ്യിൽ ആരോഗ്യമുണ്ട്, അത്യാവശ്യം മോശമല്ലാത്ത ആരോഗ്യമുണ്ട്. എന്നാൽ ആ ആരോഗ്യം ആസ്വദിക്കാൻ ആവശ്യമായ വരുമാനമില്ല, പണമില്ല, സമ്പാദ്യമില്ല. എന്നാൽ വളരെ കുറച്ച് ചില ആളുകളുടെ ഇടയിൽ നമ്മൾ പരിശോധിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ധാരാളം സമ്പത്തുണ്ട്, എന്നാൽ ആ സമ്പത്ത് ആസ്വദിക്കാനുള്ള ആരോഗ്യമില്ല. ഇവിടെ നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ആരോഗ്യവും സമ്പത്തും ഒരു കുടക്കീഴിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന, ഒരു കുടക്കീഴിൽ നമുക്ക് ലഭിക്കുന്ന ഇന്ന് ഈ ഭൂമിയിലുള്ള, ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയെ പരിചയപ്പെടുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീൻ നമ്മുടെ സാധാരണക്കാരുടെ ഒരു ജീവിത രേഖയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ഏതൊരു മലയാളിയുടെയും ഒരു സ്വപ്നമാണ് ഒരു സ്വന്തമായൊരു വീട്. സ്വന്തമായൊരു വീട്. നമ്മുടെ കുട്ടികളെ, രക്ഷിതാക്കളെ നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങുക എന്നുള്ളത്. നല്ലൊരു ജോലി വാങ്ങിക്കഴിഞ്ഞാൽ ഒരു വിവാഹം കഴിക്കുക, പിന്നീട് കുഞ്ഞുങ്ങളുണ്ടായി അതിനുശേഷം സ്വന്തമായിട്ടൊരു വീട് വെക്കുക. അത് സ്വന്തമായൊരു വീട് എന്ന് പറയുന്നത് വളരെ വലിയൊരു ആഗ്രഹമാണ്, എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ്. അപ്പൊ ഇന്ന് സാധാരണക്കാരായ ആളുകളെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മിക്കവാറും നമ്മളുടെ വരുമാന സ്രോതസ്സും നമ്മുടെ സാമ്പത്തിക ചുറ്റുപാട് അനുസരിച്ചുകൊണ്ട് പലപ്പോഴും നമ്മളുടെ ആഗ്രഹത്തിനുള്ള വീട് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. പലപ്പോഴും നമ്മുടെ വരുമാനത്തെയും സാഹചര്യത്തെയും മറികടന്നുകൊണ്ടാണ് നമ്മുടെ ആഗ്രഹങ്ങൾ ഉണ്ടാവുക. വീടും പ്രത്യേകിച്ചും അതേപോലെ തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു വീട് വെക്കുക എന്ന് പറഞ്ഞ സമയത്ത് ലോൺ എടുക്കുക എന്നുള്ളത് 100% എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഒരു ഹോം ലോൺ നമുക്ക് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഒരു വീട് വച്ചു കഴിഞ്ഞാൽ ആ വീടിന്റെ കാർ പോർച്ച് എല്ലാ വീടിന്റെയും ഒരു ഡിസൈനിൽ വരുന്നതാണ്. അതൊരു ചെറിയൊരു കാർ, അതും നമ്മുടെ സ്വപ്നമാണ്. അങ്ങനെ ഒരു വീടും ഒരു കാറും പിന്നെ അതുമായി വീടിന്റെ മറ്റ് സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെലവുകളും ഏകദേശം നമ്മൾ കണക്ക് കൂടുന്ന സമയത്ത് ചെറിയ രീതിയിൽ, ഞാൻ വലിയ രീതിയിലൊന്നല്ല, ഒരു സാധാരണക്കാരന്റെ കാര്യമാണ് പറയുന്നത്. ഒരു 1000-1500 സ്ക്വയർ ഫീറ്റ് വീട് എന്നൊക്കെ പറയുന്ന ചെറിയ ഒരു വീട്, സാധാരണക്കാരന്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ച് വരുമ്പോൾ ഏറ്റവും കുറവ് ഒരു 1/4 കോടിയേക്കാൾ കൂടുതൽ ഒരു സാമ്പത്തിക ബാധ്യത, കടം നമ്മൾ വരുത്തി വെക്കാറുണ്ട്. ലോണായിട്ടായിരിക്കാം. ഈ ലയബിലിറ്റിയിലൂടെയാണ് ഇന്ന് നമ്മൾ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത്, നമ്മൾക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനമാണ് ഇനിയും തുടർച്ചയായി കിട്ടുന്നതെങ്കിൽ ഇപ്പോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെയാണോ അത് തന്നെ നമുക്ക് ഇനി ഭാവിയിൽ കിട്ടാൻ സാധ്യതയുള്ളൂ. അതുപോലും കിട്ടാനുള്ള സാധ്യതയില്ല. കാരണം ഓരോ വർഷവും നമ്മുടെ ചെലവ് 35% കൂടുന്ന സമയത്ത് വരവ് കൂടുന്ന വെറും 10% മാത്രമാണ്. 25% പ്രതിവർഷത്തിൽ വരവും ചെലവും നമ്മൾ അന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും ഓരോ രക്ഷിതാവും ഓരോ കുടുംബനാഥയും ഒരു 25% അധിക ബാധ്യത ഇന്ന് സ്വന്തം ചുമന്നുകൊണ്ട് നടക്കുന്ന വ്യക്തികളാണ്. ഇവിടെ നമുക്ക് വലിയ ആഗ്രഹങ്ങളും നമുക്ക് വലിയ സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട്. അത് നിറവേറ്റണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കിയ നമ്മുടെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ പോലും അത് പൂർത്തീകരിക്കണമെങ്കിൽ, ലോൺ കടബാധ്യത വീട്ടണമെങ്കിൽ, അങ്ങനെയുള്ള മറ്റ് പല സാഹചര്യങ്ങളിൽ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള
സാമ്പത്തിക ബാധ്യതകൾ. ഇത് ഇന്നുള്ള വരുമാനം കൊണ്ട് പല ആളുകൾക്കും സാധ്യമല്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അധിക വരുമാനം, ഒരു അഡീഷണൽ ഇൻകം ഇവിടെ ആവശ്യമാണ്. എനിക്കും നിങ്ങൾക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകണമെങ്കിൽ ഒരു അധിക വരുമാനം വളരെ നിർബന്ധമാണ്. ഇവിടെ അതിന് നമ്മളെ സഹായിക്കുന്ന ഒരാശയത്തെയാണ്, ഒരു കമ്പനിയാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ലൈഡാണ്. റോബർട്ട് കിയോസാക്കി എന്ന് പറയുന്ന അതിപ്രഗത്ഭനായ അതിവിദഗ്ധനായിട്ടുള്ള ഒരു സാമ്പത്തിക ഉപദേഷ്ടാവ്, അതുപോലെ തന്നെ നിരവധി പുസ്തകങ്ങളുടെ രചയിതാവ്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്, റിച്ച് ഡാഡ് പൂർ ഡാഡ്. ആ പുസ്തകത്തില് അതിലൊരു പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ്. അദ്ദേഹം ലോകത്തുള്ള ജനങ്ങളെ വരുമാനം വാങ്ങുന്നതിന്റെ അടിസ്ഥാനത്തിൽ 4ആയി വിഭജിച്ചിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് ക്വാഡ്രന്റ്, റൈറ്റ് ക്വാഡ്രന്റ്. ESBI, എംപ്ലോയി, സെൽഫ് എംപ്ലോയി, ബിസിനസ് ഓണർ, ഇൻവെസ്റ്റർ. ഇങ്ങനെ 4 കാറ്റഗറിയിലൂടെയാണ് ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ഇന്ന് വരുമാനം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളാകുന്ന ഭൂരിഭാഗം ആളുകളും, ലോകത്തുള്ള 90%, 95% ആളുകളും ഈ ലെഫ്റ്റ് ക്വാഡ്രന്റിലാണ് വരുന്നത്. എംപ്ലോയി, സെൽഫ് എംപ്ലോയി. വെറും 5% മുതൽ 10% ആളുകൾ മാത്രമാണ് ഈ റൈറ്റ് ക്വാഡ്രന്റിൽ വരുന്നത്, ബിസിനസ്സുകാർ, ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന കാര്യത്തിൽ. എംപ്ലോയി, ജോലിക്കാരൻ എന്താണ്? അതായത് ഒരു നിശ്ചിത സമയം അദ്ദേഹം കൊടുത്തുകൊണ്ട് അതിനുള്ള ഒരു കൂലി വേതനം കൈപ്പറ്റുന്നു എംപ്ലോയി. ഈ സെൽഫ് എംപ്ലോയി എന്താണ്? അദ്ദേഹം ഒരു വ്യക്തിയുടെ കീഴിൽ പണിയെടുക്കുന്നില്ല, സ്വന്തമായിട്ടൊരു സ്ഥാപനം സ്ഥാപിക്കും. ഒരു ഹോട്ടലാവാം, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാം, ഡോക്ടർ ആവാം, വക്കീലാവാം, ഇങ്ങനെ സ്വന്തമായിട്ടൊരു കൊച്ചു സ്ഥാപനം ആരംഭിക്കുന്നതാണ്. ഈ എംപ്ലോയി ആൻഡ് സെൽഫ് എംപ്ലോയി എന്ന് പറയുന്ന ആളുകളാണ് ലോകത്ത് 90-95% ആളുകൾ. ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇവർക്കൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആക്റ്റീവ് ഇൻകം മാത്രമാണ്. എപ്പോൾ പണിയെടുക്കുന്നുവോ അപ്പോൾ മാത്രം വരുമാനം. ഒരു ജോലിക്കാരൻ തുടർച്ചയായിട്ട് ഒരു 6 മാസം ലീവ് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വരുമാനത്തെ, ഒരു പക്ഷേ ജോലിയെ തന്നെ ബാധിക്കും. ഇവിടെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബിസിനസ്സുകാർ, ഇൻവെസ്റ്റേഴ്സ്, ഇവരെ നമുക്ക് ഒന്നുകൂടി പഠിക്കേണ്ടതുണ്ട്. ഒരു ബിസിനസ്സുകാരൻ എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം പണിയെടുക്കുന്ന സമയത്തിനല്ല അദ്ദേഹത്തിന്റെ വരുമാനം. എംപ്ലോയി അദ്ദേഹം പണിയെടുക്കുന്ന സമയത്തിന് വരുമാനം കിട്ടുമ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ലാഭവിഹിതമാണ് കിട്ടുന്നത്. 100 കണക്കിന് ആളുകളുടെ സമയത്തെയും കഴിവിനെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ വലിയ രീതിയിൽ വോളിയം ടേൺ ഓവർ ഉണ്ടാക്കുന്നു, അതിലൂടെ ലാഭവിഹിതം നേടുന്നു എന്നുള്ളതാണ്. അതർ പീപ്പിൾ ടൈം ആൻഡ് ടാലന്റ്. ബിസിനസ്സുകാരൻ അവൻ ജീവിതത്തിൽ വിജയിക്കുന്നത്, വരുമാനം ഉണ്ടാക്കുന്നത് മറ്റുള്ള ആളുകളുടെ സമയത്തിനെയും കഴിവിനെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അതർ പീപ്പിൾ ടൈം ആൻഡ് ടാലന്റ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. ഞാൻ പ്രത്യേകിച്ച് തൃശ്ശൂർക്കാരനാണ്. അപ്പോ തൃശ്ശൂര് ഞങ്ങൾക്ക് ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. കല്യാൺ സ്വാമിയെ പോലെ, ആലുക്കാസ് ഗ്രൂപ്പിനെ പോലെ, അങ്ങനെ നിരവധിയായിട്ടുള്ള യൂസഫ് അലി ഇക്കയെ പോലെയുള്ള നിരവധി ബിസിനസ്സുകാരുണ്ട്. ഇവരെല്ലാവരും തന്നെ ആയിരക്കണക്കിന് ആളുകളുടെ കഴിവിനെയും സമയത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് അവർ ബിസിനസ് സമ്പാദ്യവും വളർത്തിക്കൊണ്ടുവന്നത്. അടുത്തൊരു ഗ്രൂപ്പ് ഓഫ് ടൈപ്പ് ഓഫ് ആളുകളാണ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി അവരുടെ പണം 24 മണിക്കൂറും പണിയെടുക്കുന്നതാണ്. അവരുടെ കയ്യിലുള്ള സമ്പാദ്യം അല്ലെങ്കിൽ ഒരു സമ്പത്ത് ഏതെങ്കിലും ഒരു മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം അവർക്ക് വേണ്ടി 24 മണിക്കൂറും പണിയെടുക്കും. ഇവിടെ ഇത് നമ്മൾ പറയാനുള്ള കാരണം, ഈ പറയുന്ന 95% ആളുകളും കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലാണ്. എംപ്ലോയി ആൻഡ് സെൽഫ് എംപ്ലോയി. അവർക്ക് അവരുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം 1-ാം തീയതി 30-ാം തീയതി കൂട്ടിമുട്ടിക്കലാണ് ഏറ്റവും വലിയൊരു പണി. 1-ാം തീയതി ശമ്പളം കിട്ടുന്നു, രാജാവാണ്. 20-ാം തീയതി ആകുമ്പോഴേക്കും ദരിദ്രനാവുന്നു. ഈ അവസ്ഥയിലൂടെ വീണ്ടും 1-ാം തീയതി വരുന്നതുകൊണ്ട് വീണ്ടും ഈ സൈക്കിള് മുന്നോട്ട് പോവാണ്. ജോലി എന്നതിനെ കുറിച്ച് ഒരു നിർവചനം പറയും. ജോബ് ഈസ് എ ടെമ്പററി സൊല്യൂഷൻ ഫോർ എ പെർമനന്റ് പ്രോബ്ലം എന്നാണ് പറയുന്നത്. നമുക്ക് സ്ഥിരമായൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിനുള്ള താൽക്കാലികമായ പരിഹാരം മാത്രമാണ് ജോലി. അവിടെ ആ പ്രശ്നം ഒരിക്കലും അവസാനിക്കുന്നില്ല, തുടർന്നുകൊണ്ടേയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ള ബിസിനസ്സുകാരാണ്, ഇൻവെസ്റ്റേഴ്സ് ആണ് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്നത്, നല്ല ജീവിത സൗകര്യമുള്ളത്, നല്ല കാറുകൾ ഉപയോഗിക്കുന്നത്, നല്ല ലൈഫ് സ്റ്റൈൽ ഉള്ളത്. നമുക്ക് എല്ലാവർക്കും ഈ ബിസിനസ്സുകാരെ പോലെ അവരുടെ ലൈഫ് സ്റ്റൈൽ നമുക്ക് ആഗ്രഹമുണ്ട്, അവരെ പോലെ സമ്പാദ്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം
സാധാരണക്കാരന് ഈ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട 3 തടസ്സങ്ങൾ അവിടെയുണ്ട്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ. ഒരു എംപ്ലോയി എന്ന് പറയുന്ന വ്യക്തി ഒരു ബിസിനസ്സുകാരനായി മാറണമെങ്കിൽ അവിടെ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്, ക്യാപിറ്റൽ ആവശ്യമാണ്, ലാൻഡ് വേണം, ലേബർ വേണം, അങ്ങനെ ഒട്ടേറെ കടമ്പകളുണ്ട്. ഇവിടെ ഈ സ്ലൈഡ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നെപ്പോലെയുള്ള, നിങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആക്റ്റീവ് ഇൻകം മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. ഈ ബിസിനസ്സുകാർ, ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് പാസീവ് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ വ്യക്തികളാണ്. അവരില്ലെങ്കിലും അവർക്ക് വേണ്ടി ആ സിസ്റ്റം പ്രവർത്തിക്കുന്നു. ആ സിസ്റ്റം എല്ലാ ദിവസവും എല്ലാ മാസവും അവർക്ക് വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇവിടെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ആക്റ്റീവ് ഇൻകത്തിൽ നിന്ന് പാസീവ് ഇൻകത്തിലേക്ക്, അതോടൊപ്പം തന്നെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ്സുകാരനായി മാറുക, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഇതിന്റെ ഒരു തടസ്സവും ഇല്ലാതെ, വിത്തൗട്ട് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഇതിന്റെ തടസ്സമില്ലാതെ ഏതൊരു സാധാരണക്കാരനും അസാധാരണക്കാരനായി മാറാനാണ് ലോകത്ത് ഒരു ആശയമുണ്ട്. ഈ ആശയത്തെ പറയുന്ന പേരാണ് ഡയറക്ട് സെല്ലിംഗ്. വിത്തൗട്ട് ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ, ദ ഓൺലി വേ ക്രിയേറ്റ് പാസീവ് ഇൻകം ഈസ് ത്രൂ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. റോബർട്ട് കിയോസാക്കി പറയുന്നു, ലോകത്ത് ഇന്നുള്ള ഏറ്റവും സാധാരണക്കാരന് ഈ പറയുന്ന അസാധാരണക്കാരനായി മാറാൻ, വലിയ ബിസിനസ്സുകാരനായി മാറാൻ, ഈ പറയുന്ന പാസീവ് ഇൻകത്തിലേക്ക് എത്തിച്ചേരാൻ ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയാണ് അദ്ദേഹം പരിചയപ്പെടുന്നത്. ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലൂടെ വളരെ സക്സസ്ഫുൾ ആയി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയും അതിന്റെ ഉൽപ്പന്നങ്ങളും അതിന്റെ ആശയവുമാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. എന്താണ് ഡയറക്ട് സെല്ലിംഗ്? ഇവിടെ 2 വാക്കുകൾ വന്നിട്ടുണ്ട്. ഡയറക്ട് സെല്ലിംഗ്, നേരിട്ടുള്ള വിപണന രീതി, രൂപം കൊണ്ട ഒരു ആശയമല്ല. 1940 അമേരിക്കയിൽ രൂപം കൊണ്ടതാണ്. ഇന്ന് ലോകത്ത് 160 രാജ്യങ്ങളിൽ 80 വർഷത്തിലേറെയായി ഈ ബിസിനസ് ആശയം നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ ചൈന, മുതലാളിത്ത രാഷ്ട്രമായ അമേരിക്ക, മുസ്ലിം രാഷ്ട്രമായ മലേഷ്യ, ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലും ഇത് ശക്തമായി വളരുന്നു എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വികസനം എന്ന് പറയുന്നത് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആണ്, പണത്തിന്റെ പുനർവിന്യാസം. ഇത് ഏറ്റവും ശരിയായ രീതിയിൽ നടക്കുന്ന ലോകത്തിലെ ഏറ്റവും ലളിതമായ ഒരു ബിസിനസ് ആശയമാണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളതാണ്. നമ്മൾ ആഴത്തിൽ ഇതിനെ കുറിച്ച് പഠിച്ചാൽ ലോകത്ത് ഏതെല്ലാം രാജ്യങ്ങളിൽ ഡയറക്ട് സെല്ലിംഗ് ശക്തമായി വളരുന്നുണ്ടോ ആ രാജ്യങ്ങൾ എല്ലാം തന്നെ സാമ്പത്തികമായി വലിയ ഉന്നതിയിലേക്ക് പോയിട്ടുണ്ടെന്നുള്ളതാണ്. ഇന്ത്യ വികസിത രാജ്യമായി മാറുന്ന സമയത്ത് ഇന്ത്യയിൽ അതിനെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഡയറക്ട് സെല്ലിംഗിന്റെ ഏറ്റവും മികച്ചൊരു സമയത്താണ്, പീക്ക് പീരീഡിലാണ് ഇന്ന് ഞാനും നിങ്ങളുള്ളത്. വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും, അടുത്തൊരു 20 വർഷം എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗിന്റെ വസന്തകാലമാണ്, പീക്ക് പീരീഡാണ്. അതിൽ തന്നെ 2030 വരെ എന്ന് പറയുന്ന വർഷം ഇതിന്റെ പീക്ക് പെർഫോമൻസ് പീരീഡാണ്. ഈ സമയത്താണ് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്കും നിങ്ങൾക്കും ഈ അവസരം പരിചയപ്പെടാനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നത്. ഈ ഇൻഡസ്ട്രി വളരെ അതിവേഗതയിൽ ഇന്ന് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് കൊറോണ കാലഘട്ടത്തിൽ എല്ലാ ബിസിനസ് മേഖലകളും താഴോട്ട് കൂപ്പുകുത്തിയ സമയത്ത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി മാത്രമാണ് ഏറ്റവും ശക്തമായി ഏറ്റവും വേഗതയിൽ ആ കാലഘട്ടത്തിൽ മുന്നോട്ട് കുതിച്ചത്. അത്രയും ശക്തമായ ഒരു ബിസിനസ്. ഇന്ന് ഈ മേഖലയെ കുറിച്ച് കൃത്യമായ നിയമനിർമ്മാണം നമ്മുടെ നാട്ടിൽ നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. 2015-16 കാലഘട്ടത്തില് ഇതിന് കൃത്യമായ ഒരു മാർഗരേഖ നിലവിൽ വരികയും കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കി, അതിനോട് അനുബന്ധിച്ച് കേരള ഗവൺമെന്റും തുടർന്നങ്ങോട്ട് കേരളത്തില് വളരെ ശക്തമായിട്ടുള്ള വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ ഇടപെടലിലൂടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു ഡോക്ടർ, എഞ്ചിനീയർ, വക്കീൽ എന്ന് പറയുന്ന ഒരു പ്രൊഫഷനായി ഡയറക്ട് സെല്ലിങ്ങിനെ കേരള ഗവൺമെന്റ് അംഗീകരിക്കുകയും അതിനു വേണ്ടി തന്നെ അതിന് കൃത്യമായിട്ടുള്ള ഈ സംവിധാനത്തെ മോണിറ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മോണിറ്ററിംഗ് മെക്കാനിസം സ്റ്റാർട്ട് ചെയ്യും. അതിനുവേണ്ടി ഇന്ത്യയിൽ ആദ്യമായി ഒരു വെബ്സൈറ്റ്, ഡയറക്ട് സെല്ലിന് വേണ്ടിയുള്ള വെബ്സൈറ്റ് കേരള ഗവൺമെന്റ് ഓപ്പൺ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത്തരത്തിൽ തികച്ചും ലീഗലായ ഒരു ബിസിനസ് രീതി ഏതൊരു സാധാരണക്കാരനും ഏറ്റെടുക്കാവുന്ന ഒരവസരം. ഇവിടെ നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈ ബിസിനസ് നമ്മൾ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷന്റെ ആവശ്യമില്ല. മറ്റ് ബിസിനസ് ചെയ്യുന്ന പോലുള്ള ലക്ഷങ്ങളുടെയും കോടികളുടെയും ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല. പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് നിങ്ങളോട് ചോദിക്കുന്നില്ല. ഏതൊരു സാധാരണക്കാരൻ 18 വയസ്സ് പൂർത്തിയായ ഏതൊരു വ്യക്തിക്കും, വിദ്യാഭ്യാസമുള്ളവനും വിദ്യാഭ്യാസം ഇല്ലാത്തവനും, സാമ്പത്തിക ശേഷിയുള്ളവനും സാമ്പത്തിക ശേഷി ഇല്ലാത്തവനും
ഏതൊരു വ്യക്തിക്കും ഒരുപോലെ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു ആശയമാണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളത്. ഇവിടെ ഞാൻ നിങ്ങളെ വളരെ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുകയാണ്. ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ആശയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അതിവേഗതയിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന ദ വൺ ആൻഡ് ഓൺലി, നമ്മുടെ ഏറ്റവും അഭിമാനകരമായുള്ള ഒരു പ്രസ്ഥാനത്തെ വി ആർ പ്രൗഡ് ടു പ്രസന്റ് ദ മോസ്റ്റ് പവർഫുൾ ആൻഡ് ലീഡിംഗ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇൻ ഇന്ത്യ, ദാറ്റ് ഈസ് വൺ ആൻഡ് ഓൺലി ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ ബയോട്ടോറിയം പൂർണ്ണമായ ഒരു ഇന്ത്യൻ കമ്പനി. നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന പോലെ ഡോക്ടർ സാഗർ ജോഷി, ഇദ്ദേഹമാണ് ഇതിന്റെ MD. ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ വളരെ അഭിമാനിക്കത്തക്ക, വളരെ വരുംകാലങ്ങളിൽ ഇന്ത്യയിലെ ബിസിനസ് മാഗ്നറ്റുകൾ മുൻനിരയിൽ വരാൻ പോകുന്ന, ലോകം ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ഒരു വ്യക്തിത്വമാണ്. 2 വിഷയങ്ങൾ ഡോക്ടറേറ്റ് ഉള്ള, ബയോ മാഗ്നറ്റിസത്തിലും നാനോ ടെക്നോളജിയിലും ഡോക്ടറുടെ വ്യക്തിത്വം. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൂടിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ ട്രഡീഷണൽ ലെവലിലോ വർഷങ്ങളോളം ബിസിനസ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിത്വം. ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ് ഈ ബയോട്ടോറിയം എന്ന് പറയുന്നത്. മുംബൈയിലാണ് ഇതിന്റെ ഹെഡ് ഓഫീസ് നിലനിൽക്കുന്നത്. 1,00,000 സ്ക്വയർ ഫീറ്റിൽ 5 നില ബിൽഡിങ്ങില് ഏകദേശം 400ഓളം തൊഴിലാളികൾ 3 നേരം പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് സമുച്ചയമാണ് ബോംബെയിലുള്ളത്. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ടുള്ള പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നു. അഡ്മിനിസ്ട്രേഷൻ വിഭാഗം അവിടെ പ്രവർത്തിക്കുന്നു. കൃത്യമായിട്ട് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വേണ്ടതായ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ഈ കമ്പനി തുടക്കത്തിൽ തന്നെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നുള്ളതാണ്. 2020-21 കാലഘട്ടത്തിലാണ് ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയായിട്ട് ഈ കമ്പനി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച് ഈ ചുരുങ്ങിയ 5 വർഷം കൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കമ്പനികൾ മുൻനിരയിലാണ് ഈ ബയോട്ടോറി എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വളരെ യുണീക്ക് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, സ്വന്തമായിട്ടുള്ള മാനുഫാക്ചറിങ്, പൂർണ്ണമായിട്ടുള്ള ഒരു ഇന്ത്യൻ കമ്പനി. വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ വളരെ വലിയ സാമ്പത്തികമായ വലിയ വിപ്ലവത്തിന് വളരെ വലിയ രീതിയിൽ തുടക്കം കുറിച്ച ഒരു കമ്പനി കൂടിയാണ് ഈ ബയോട്ടോറി എന്ന് പറയുന്നത്. നമ്മുടെ ഈ കമ്പനിയുടെ ഹിസ്റ്ററി നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ആയിട്ടല്ല സ്റ്റാർട്ട് ചെയ്തത്. ഇത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ട്രഡീഷണൽ ലെവലില് ബയോ മാനുഫാക്ചറിംഗ് മാനുഫാക്ചർ ചെയ്യും, കയറ്റുമതി നടത്തുകയും ചെയ്ത ഒരു കമ്പനി 2008 സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഈ കൊറോണ കാലഘട്ടത്തിലാണ് ഈ കമ്പനി ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അതിന് ശേഷമാണ് ഡയറക്ട് സെല്ലിലേക്ക് കടന്നു വരുന്നത്. 16-17 വർഷത്തെ ഒരു എക്സ്പീരിയൻസ്, സ്വന്തമായിട്ടുള്ള സോഫ്റ്റ്വെയറുള്ള ഒരു കമ്പനി. ഈ കമ്പനിക്ക് കിട്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 മികച്ച നേട്ടം 2021 നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ആയുഷ് മിനിസ്ട്രിയുടെ കയ്യിൽ നിന്ന് വലിയൊരു അംഗീകാരം, കൊറോണ യോദ്ധ അവാർഡ് ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ MSME ഡിപ്പാർട്ട്മെന്റായി നമുക്കൊരു അവാർഡിങ് ലഭിക്കുകയുണ്ടായി. ഈ അടുത്ത കാലത്ത് വളരെ 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 പ്രൗഡായിട്ട് ഈ ബയോട്ടോറിയത്തിന്റെ ഒരു പ്രൗഡായിട്ടുള്ള നിമിഷങ്ങളാണ് വേൾഡ് ഗിന്നസ് റെക്കോർഡ് സ്ഥാനം പിടിച്ച ഇന്ത്യയിലെ ഏഷ്യയിലെ ആദ്യത്തെ കമ്പനി, ഏക കമ്പനി, അതാണ് ഈ ബയോട്ടോറി എന്ന് പറയുന്നത്. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു അംഗീകാരം കൂടി നമ്മുടെ കമ്പനിക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇത് സ്ക്രീനിൽ നമ്മൾ കാണുന്ന കമ്പനിക്കുള്ള ലീഗൽ ഡോക്യുമെന്റ്സ് ആണ്. ഒരു കമ്പനിക്ക് ഡയറക്ട് സെല്ലിംഗ് എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടതായ മുഴുവൻ നിയമപരമായിട്ടുള്ള ലീഗലായിട്ടുള്ള രേഖകളും കൈവശമാക്കിയിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് ഈ ബയോട്ടോറി എന്ന് പറയുന്നത്. നോക്കൂ, MSMEയുടെ അവാർഡാണ് ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അതുപോലെ 2023 വളരെ വളരെ അഭിമാനകരമായ മറ്റൊരു നേട്ടം, ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ദ ഇയർ മഹാരാഷ്ട്ര ഗവർണറുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങുന്ന ചിത്രമാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ഇത്തരത്തില് ഒട്ടനവധി അംഗീകാരങ്ങൾ നേടിയ ഒരു കമ്പനി, 100% നമുക്ക് അഭിമാനിക്കാവുന്ന വിശ്വസ്തമായ ഒരു സ്ഥാപനമായിട്ട് ഈ ബയോട്ടോറി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. മറ്റ് പല മേഖലകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള അവാർഡിങ്സ് ആണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കമ്പനി 100% വെൽനസ് പ്രൊമോട്ട് ചെയ്യുക. വെൽനസ് എന്താണ്? വെൽനസ് നമ്മുടെ തുടക്കത്തിൽ പറയേണ്ട ഹെൽത്തും വെൽത്തും ആണ്. അപ്പോ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ് വെൽനസ് ഇൻഡസ്ട്രി. ഈ വെൽനസ് ഇൻഡസ്ട്രി എന്താണ്? വെൽനസ് രോഗം വന്നിട്ട് ചികിത്സിക്കലല്ല, മറിച്ച് രോഗം വരാതെ നോക്കലാണ് വെൽനസ് എന്ന് പറയുന്നത്. അതിനുതകുന്ന ഒട്ടനവധി ഉൽപ്പന്നങ്ങളാണ് ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹെൽത്തി ഇന്ത്യ, വെൽത്തി ഇന്ത്യ, ഹാപ്പി ഇന്ത്യ, ഇതാണ് നമ്മുടെ വാക്യം. ആരോഗ്യമുള്ള, സമ്പാദ്യമുള്ള, സന്തോഷമുള്ള ഒരു ജനതയെ, അതാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. അതിനൊക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കൈവശമുള്ളത്. നമ്മുടെ കമ്പനി
ഏറ്റവും മനോഹരമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ആധികാരികമായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് തെറാപ്പിയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ സ്വന്തമായി മാനുഫാക്ചർ ചെയ്ത് വിപണനം ചെയ്യുന്നു. മാഗ്നറ്റിക് തെറാപ്പി പല ആളുകളും ആദ്യമായി കേൾക്കുന്നവരാവാം, അല്ലെങ്കിൽ എവിടെയോ കേട്ടുമറന്ന വാചകമായിരിക്കാം. ഇവിടെ ആയുഷ് മിനിസ്ട്രി നമ്മളുടെ ഈ പറയുന്ന ഈ മാഗ്നറ്റിക് തെറാപ്പിയെ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിന്റെ വിശദാംശമാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആയുഷ് കൊറോണ യോധ അവാർഡാണ് 2021 നമ്മുടെ കമ്പനിക്ക് ലഭിച്ചത്. ഇതിന്റെ ചരിത്രം, മാഗ്നറ്റിക് തെറാപ്പി, ഇതിന്റെ ചരിത്രത്തെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. പഴയ കാലഘട്ടത്തിൽ പല ഗോത്രവർഗക്കാരും കാന്തം ആഭരണമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇവിടെ ഈ മാഗ്നറ്റിക് തെറാപ്പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റമാണ്. ഇന്ന് നമ്മുടെ ഇന്ത്യൻ ജനതയെ, പ്രത്യേകിച്ച് നമ്മുടെ കേരളക്കരയെ അതിക്രമിച്ചു കഴിഞ്ഞിട്ടുള്ള എന്തിനും ഏതിനും അനാവശ്യമായിട്ട് ആന്റിബയോട്ടിക്കുകളും മറ്റു മരുന്നുകളും കുത്തിക്കയറ്റുന്ന ഒരു രീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി സാധാരണക്കാരന് ആരോഗ്യത്തെ കൃത്യമായ രീതിയിൽ പരീക്ഷിക്കാൻ കഴിയുന്ന, ആരോഗ്യത്തെ തിരിച്ചുപിടിക്കാൻ കഴിയുന്ന ഒരു ഏറ്റവും നല്ലൊരു ആശയം ഓൾട്ടർനേറ്റീവ് സിസ്റ്റമാണ് മാഗ്നറ്റിക് തെറാപ്പി. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഉള്ളിലേക്ക് പ്രത്യേകിച്ച് നമ്മൾ ഒന്നും കഴിക്കേണ്ടതില്ല. ഏറ്റവും ഗുണകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നും നമുക്ക് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഈ മാഗ്നറ്റിക് തെറാപ്പിയുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള പുസ്തകങ്ങൾ നമുക്കിന്ന് ഓൺലൈനിൽ കാണാൻ സാധിക്കും. നമ്മുടെ MD ഇത്തരത്തില് ഇതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ രചിച്ച വ്യക്തി കൂടിയാണ്. ഇവിടെ ഈ മാഗ്നറ്റിക് തെറാപ്പി നമുക്ക് എങ്ങനെ നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കും? നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 5 ബേസിക് നീഡ്സ് ഓഫ് എ ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 5 പ്രധാനപ്പെട്ട ഘടകങ്ങൾ. നാം ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഭക്ഷണം, സൂര്യപ്രകാശം. ഈ 4 ഘടകങ്ങളും നമുക്ക് സുപരിചിതമാണ്, മോശമല്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ 5ാമത്തെ ഘടകമാണ് മാഗ്നറ്റിക് എനർജി. ഇത് 5ഉം കൂടി ചേരുമ്പോഴാണ് ശരിയായ ആരോഗ്യത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്നാൽ ഈ 5ാമത്തെ ഘടകം മാഗ്നറ്റിക് എനർജി ഇന്ന് നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നത് വളരെ വലിയ തോതിൽ തടസ്സപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യന്റെ ജീവിത രീതിയിൽ വന്ന മാറ്റം ഇന്ന് മനുഷ്യനെ രോഗികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു 10-50 വർഷം മുമ്പ് നമ്മൾ ജീവിച്ച രീതിയിലല്ല അന്ന് നമ്മൾ ജീവിക്കുന്നത്. ശാസ്ത്രം വളർന്നു, നമ്മൾ അതിനൊപ്പം വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓലമേഞ്ഞ കുടിലുകളിലും ചാണകം പുരട്ടിയ തറകളിലും താമസിച്ചിരുന്ന നമ്മൾ, കിലോമീറ്ററുകളോളം സഞ്ചരിച്ചിരുന്ന, നഗ്നപാതരായി സഞ്ചരിച്ചിരുന്ന നമ്മൾ, പാടത്തും പറമ്പിലും ഭൂമിയോട് മല്ലിട്ട് ജീവിച്ചിരുന്ന നമ്മൾ ഇന്ന് കോൺക്രീറ്റ് കൂടാരങ്ങളിലേക്കും വാഹനങ്ങളിലേക്കും ഒക്കെ മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടായ ഏറ്റവും വലിയ നഷ്ടം, ഭൂമിയിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഈ മാഗ്നറ്റിക് എനർജി തടസ്സപ്പെട്ടു എന്നുള്ളതാണ്. ചെരുപ്പ് ധരിക്കാൻ തുടങ്ങിയോടുകൂടി, വാഹനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയോടുകൂടി നമ്മള് പാടത്തും പറമ്പിലും ഇറങ്ങാൻ സാധിക്കാത്തോടു കൂടിയിട്ട് നമ്മുടെ ജീവിത രീതിയിൽ വന്ന ഈ മാറ്റം, ഈ മാഗ്നറ്റിക് എനർജി ലഭിക്കും നമ്മളെ തടസ്സപ്പെടുത്തി എന്നുള്ളതാണ്. ഇവിടെ ഡോക്ടർ സാഗർ ജോഷി എന്ന് പറയുന്ന അതുല്യ പ്രതിഭ നമുക്ക് ചെയ്ത ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത്, ദുർലഭമായി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ മാഗ്നറ്റിക് എനർജിയെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ലഭിക്കുന്ന രീതിയിൽ കുറച്ച് ഉൽപ്പന്നങ്ങളുടെ രൂപത്തിൽ ഈ കമ്പനി നമുക്ക് തന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഈ മാഗ്നറ്റിക് തെറാപ്പി കൊണ്ട് നമുക്കുള്ള ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്, നമ്മളുടെ ബ്ലഡ് സർക്കുലേഷനെ പ്രോപ്പർ ആക്കാൻ സഹായിക്കുന്നു, ഓക്സിജൻ ലെവലിനെ ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇന്ന് നമ്മളെല്ലാവരും റേഡിയേഷനുള്ളിൽ ജീവിക്കുന്ന ആളുകളാണ്. മൊബൈൽ റേഡിയേഷൻ, ടവർ റേഡിയേഷൻ, അങ്ങനെ നിരവധിയായ റേഡിയേഷനാണ്. റേഡിയേഷൻ മൂലം ഉണ്ടാകുന്ന എനർജി ലോസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇത്തരത്തിൽ നമ്മുടെ ആരോഗ്യത്തെ പൂർണ്ണമായി സംരക്ഷിക്കാൻ സഹായിക്കുന്ന, ഇന്ന് നമുക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ചെലവ് കുറഞ്ഞതും ഒരു തരത്തിലും സൈഡ് എഫക്റ്റ് ഇല്ലാത്തതും ഏറ്റവും ലളിതമായി ഉപയോഗിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു തെറാപ്പിയാണ് മാഗ്നറ്റിക് തെറാപ്പി. നമുക്ക് ഓൾട്ടർനേറ്റീവ് സിസ്റ്റങ്ങൾ ഒരുപാടുണ്ട്. നമുക്കറിയാം യോഗ, മ്യൂസിക് തെറാപ്പി, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. യോഗയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് യോഗ വളരെ നല്ലൊരു തെറാപ്പിയാണ്. പക്ഷേ 100 പേര് സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു 6 മാസം കഴിയുമ്പോൾ ആ 100 പേര് 20 പേരായി ചുരുങ്ങും.
അത് യോഗ മോശമായതുകൊണ്ടല്ല, പക്ഷെ ഈ നമ്മളുടെ തിരക്ക് പിടിച്ച ജീവിത യാത്രയിൽ അതിനുവേണ്ടി ഒരു സമയം കണ്ടെത്താനോ അതിനുവേണ്ടി ഒരു എഫർട്ട് ഇടാനോ പലപ്പോഴും പല ആളുകൾക്കും കഴിയാറില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ നമ്മളുടെ ഉൽപ്പന്നങ്ങൾ, ഈ മാഗ്നറ്റിക് തെറാപ്പിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കമ്പനി പുറത്തിറക്കിയിട്ടുള്ള ഈ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണെന്നുള്ളതാണ്. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു സമയം കണ്ടെത്താൻ ആവശ്യമില്ല. നമ്മുടെ ജീവിത രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. പുതിയതായിട്ട് നമ്മുടെ ഒന്നും ചെയ്യേണ്ടതില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു. യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റ് ഇല്ല ചെയ്യാൻ കഴിയുന്നുള്ള. ഇന്ന് ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുകയാണ്. ജലദോഷം മുതൽ ക്യാൻസർ വരെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, ജോയിന്റ് പെയിൻ, അലർജികൾ, ഇങ്ങനെയുള്ള വെരിക്കോസ് വെയിൻ, തൈറോയിഡ്, കിഡ്നി സ്റ്റോൺ, ഇങ്ങനെ തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ കൃത്യമായിട്ട് നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട്, നമ്മുടെ ആരോഗ്യത്തെ കൃത്യമായി പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് മാഗ്നറ്റിക് തെറാപ്പി കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രത്യേകിച്ച് ഈ ബയോട്ടോറിയം പുറത്തിറക്കിയിട്ടുള്ള ഈ ഉൽപ്പന്നങ്ങളെ കൊണ്ട് സാധിക്കുന്നുള്ളതാണ്. ഇവിടെ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഈ ഉൽപ്പന്നം, അതിന്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് നിയോഡൈമിയം എന്ന് പറയുന്ന ബയോ മാഗ്നറ്റ് ആണ്. നിയോഡൈമിയം എന്ന് പറയുന്ന ബയോ മാഗ്നറ്റ് ആണ് ഇന്ന് ഭൂമിയിലുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തി കൂടിയ ജൈവകാന്തം. ഇത് ഇവിടെ ചിത്രങ്ങളിൽ തന്നെ കാണാൻ പറ്റും. ഇതൊരു വെളുത്ത കാന്തിക പൊടിയാണ്. ഇത് എവിടെ നിന്ന് കിട്ടുന്നു? നമ്മൾ ഇന്ത്യയിലെ നമ്മൾ കുഴിച്ചെടുത്താൽ കൽക്കരിയാണ് നമുക്ക് കിട്ടുക. അറേബ്യൻ നാടുകളിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. ഇത് ജപ്പാൻ, ചൈന, കൊറിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ്. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ മാസങ്ങളിൽ നിങ്ങൾ പത്രത്തിൽ വായിച്ചു, നമ്മുടെ കരിമണലിൽ നിന്ന് നിയോഡൈമിയം വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതി തന്നെ തയ്യാറാക്കി കഴിഞ്ഞു. അത് മെഡിക്കൽ പർപ്പസിന്, ഇൻഡസ്ട്രിയൽ ആവശ്യത്തിനും വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിയോഡൈമിയത്തിന്റെ പ്രസക്തി അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ MRI മെഷീനുകളിൽ നിയോഡൈം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ പ്രസക്തി വളരെ വലുതാണ്. ഈ നിയോഡൈമിയം എന്ന് പറയുന്ന ജൈവകാന്തമാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അടുത്ത കാണുന്ന ചിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ബഹിരാകാശ യാത്രികരെ അവരുടെ സൂട്ടുകളില്, ഹെൽമെറ്റില്, പാദരക്ഷകളിലെല്ലാം ഇത് ഉപയോഗിക്കാറുണ്ട്. എന്തിനു വേണ്ടിയെന്ന ചോദ്യം വളരെ സിമ്പിൾ ആണ്. ബ്ലഡ് സർക്കുലേഷനെയും അവരുടെ ഓക്സിജൻ ലെവലിനെയും മെയിൻറ്റെയിൻ ചെയ്യാൻ നിയോഡൈമിയത്തിന് കഴിയുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അവരുടെ ജാക്കറ്റിലും അവരുടെ ഹെൽമെറ്റിലേക്കും ഇത് ഉപയോഗിക്കാനുള്ള കാരണം. ഇത്തരത്തിൽ ഈ നിയോഡൈമിയം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളുടെ ഉൽപ്പന്നങ്ങളെല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത്. 5 ഉൽപ്പന്നങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന്, കിടക്കാൻ ഉപയോഗിക്കുന്ന മാട്രസ്. ഞാൻ നേരത്തെ പറയുകയുണ്ടായി, ഇത് ഉപയോഗിക്കാൻ എളുപ്പമാണ്. കാരണം നമ്മൾ എല്ലാവരും കിടന്നുറങ്ങുന്ന ആളുകളാണ്. നമ്മൾ കിടക്കുന്ന പായയിലോ കിടക്കയിലോ ഇത് വിരിക്കുന്നു. അതുപോലെ തന്നെ ഫില്ലോ പാഡ്, രണ്ടാമത്തെ പ്രൊഡക്റ്റ്, തലയുടെ ഉള്ളില് നമ്മളത് വെച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് കൃത്യമായിട്ടുള്ള സർക്കുലേഷൻ, കൃത്യമായ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ സഹായിക്കുന്നു. നല്ല ഉറക്കത്തിന് നമ്മളെ സഹായിക്കുന്നു. കണ്ണിലിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിന്, കണ്ണിലേക്കുള്ള സൂക്ഷ്മ ഞരമ്പുകളിലുള്ള ആ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള ഗുണങ്ങൾ. മാട്രസിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് ഏകദേശം ഒരു 130 മുതൽ 180 വരെ, അത് അതിന്റെ ഗ്രേഡ് അനുസരിച്ച് ക്വാളിറ്റി 2 തരത്തിലുണ്ട്, 3 തരത്തിലുണ്ട്. ആ മാട്രസിന്റെ ക്വാളിറ്റി, മാഗ്നറ്റിന്റെ ക്വാളിറ്റി അനുസരിച്ച് അതിലെ മാഗ്നറ്റിന്റെ എണ്ണത്തിലും വലിപ്പത്തിലൊക്കെയും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഞാൻ ഓൾമോസ്റ്റ് ആണ് പറഞ്ഞത് 130 മുതൽ 180 വരെ ഉള്ള മാഗ്നറ്റുകൾ ഉപയോഗിക്കുന്നു. അങ്ങനെ ഈ നോർത്ത് പോൾ, സൗത്ത് പോൾ എന്ന രീതിയിൽ ഈ മാഗ്നറ്റ് ആണ് അതിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡില് നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ തലമുടി മുതൽ കാൽപാദം വരെയുള്ള നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ അയൺസ്, നമുക്ക് എല്ലാവർക്കും അറിയാം 4 ഗ്രാമിൽ താഴെ അയൺസ് നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ അയൺസ് മാഗ്നറ്റൈസ്ഡ് ആവുന്നു. സ്വാഭാവികമായിട്ടും അവിടെ ഒരു പുഷ് ഓർ പുൾ ഒരു പ്രവർത്തനം നടക്കുന്നു. അങ്ങനെ രാത്രി കിടന്നുറങ്ങുമ്പോൾ തന്നെ നമ്മളുടെ ഒരു സെൽഫ് ഹീലിംഗ്, നമ്മുടെ സർക്കുലേഷനെ പ്രോപ്പർ ആക്കാൻ അത് സഹായിക്കുന്നതാണ്. അതായത് രാവിലെ 1-2 മണിക്കൂർ നമ്മൾ വ്യായാമം ചെയ്താൽ കിട്ടുന്ന ഗുണം രാത്രി ഉറങ്ങുമ്പോൾ കിട്ടുന്നു. ഇതാണ് ഇതിന്റെ ഉപയോഗിക്കാനുള്ള ഏറ്റവും വലിയ ഒരു എളുപ്പം. ഇതിനുവേണ്ടി പ്രത്യേകിച്ച് നമ്മൾ സമയം മാറ്റിവെക്കേണ്ടതില്ല. അടുത്ത നമ്മുടെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് റിസ്റ്റ് ബാൻഡ് ആണ്. റിസ്റ്റ് ബാൻഡ് കൈമ നമ്മൾ കെട്ടുന്നതാണ്. അതൊരു രക്ഷാ കവചമാണ്. സ്ട്രോക്ക്, അറ്റാക്ക്, ബ്ലഡ് പ്രഷർ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കൃത്യമായിട്ട് അതിനെ സംരക്ഷിക്കാനായിട്ട് സഹായിക്കുന്നു. ഞങ്ങൾ എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ വീട്ടിൽ തിരിച്ചെത്തുമെന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ റിസ്റ്റ് ബാൻഡ്. അതിലും ഈ പറയുന്ന
ലധികം മാഗ്നറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു. കൃത്യമായിട്ട് ഇത് പകൽ സമയങ്ങളിൽ നമുക്ക് റേഡിയേഷനിൽ നിന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നു. BPയെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. എനർജി ലെവലിനെ ബൂസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഗുണങ്ങൾ നമ്മളുടെ റിസ്റ്റ് ബാൻഡ് ഉപയോഗിക്കുമ്പോൾ കിട്ടും. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാട്ടർ എനർജി പാഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം വെള്ളം ഒരു ഔഷധമാണ്. ഭൂമി കൂടുതൽ വെള്ളമാണ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിന്റെ 20% വെള്ളമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ 20 കിലോ തൂക്കമുണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളം കുടിക്കണമെന്നാണ്. അപ്പൊ ആവറേജ് ഒരു 3 ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കണം. എത്ര നമ്മൾ കുടിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കാര്യക്ഷമമായ ഒരു ചോദ്യമാണ്. രാവിലെ എണീറ്റ വശം ഒരു 3 ഗ്ലാസ് വെറും വയറ്റിൽ വെള്ളം കുടിക്കുക ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ലൊരു ശീലമാണ്. അപ്പൊ ഈ വെള്ളത്തെ മാഗ്നൈറ്റൈസ് ചെയ്യാണ് ഇവിടെ നമ്മളെ വാട്ടർ എനർജി പാഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുടിക്കുന്ന പച്ചവെള്ളം, കിണർ വെള്ളം ചില്ലുകുപ്പിയിലാക്കിയിട്ട് ഈ വാട്ടർ എനർജി പാഡ് റാപ്പ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഒരു 20-30 മിനിറ്റ് സമയം കൊണ്ട് അത് മാഗ്നറ്റൈസറായി മാറുന്നു. ആ സമയത്ത് ആ വെള്ളം നമുക്ക് കൃത്യമായിട്ട് 2-3 ലിറ്റർ നമ്മൾ കുടിക്കുന്നു. ആ മാഗ്നറ്റൈസ് വാട്ടറിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുറിവ് കഴുകാനും വളരെ നല്ലതാണ്. കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിലെ ഡൈജഷൻ, നമ്മുടെ ദഹന പ്രക്രിയക്ക് സഹായിക്കുന്നു. നമ്മുടെ സ്കിന്നില് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ടോക്സിൻസ് പുറത്തേക്ക് പോകാനായിട്ട് സഹായിക്കുന്നു. അതായത് ഇവിടെ കൃത്യമായി നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വെള്ളത്തിന്റെ ഘടനയിലാണ് മാറ്റം വരുന്നത്. 15-20 ഉള്ള തന്മാത്ര കൂട്ടങ്ങളെ 5 മുതൽ 10 വരെയുള്ള തന്മാത്ര കൂട്ടങ്ങളായി ചുരുക്കുന്നു. സ്വാഭാവികമായും കട്ടി കുറയുന്ന വെള്ളം ആഗീകരണ ശേഷി വർദ്ധിപ്പിക്കുന്നു. ടോക്സിൻ ശരീരത്തിൽ കൂടുതൽ പുറത്തേക്ക് പോകാൻ സഹായിക്കും. ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ, ബ്രെയിൻ, കിഡ്നി, പാൻക്രിയാസ്, ലിവർ പോലെയുള്ള നമ്മുടെ ഏറ്റവും മർമ്മപ്രധാനമായ അവയവങ്ങളുടെ പ്രവർത്തനം വളരെ സുഗമമാക്കാൻ സഹായിക്കുന്നുള്ളതാണ്. ഈ വാട്ടർ എനർജി പാഡ് ഉപയോഗിച്ചുള്ള നമ്മുടെ മാഗ്നൈസ് വാട്ടർ മാത്രം ഉപയോഗിക്കുന്ന വ്യക്തികൾ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. പല ആളുകളും നമ്മളോട് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. നമ്മുടെ എനർജി ലെവലിനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഈ ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ വാട്ടർ എനർജി പാഡ്. പല ആളുകളും വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ പിന്നിലാണ്. ഇത് പലപ്പോഴും പല വ്യക്തികളുടെയും റിസൾട്ടിനെ ബാധിക്കാറുണ്ട്. കൃത്യമായ അളവില് ഈ വെള്ളം കുടിക്കുക വഴി ശരിയായ രീതിയിൽ ശരീരത്തിന് മാഗ്നറ്റൈസ്ഡ് വാട്ടർ ലഭിക്കുക വഴി നമ്മുടെ ആരോഗ്യത്തെ ഏറ്റവും നല്ല രീതിയിൽ പരിപോഷിക്കാൻ നമുക്ക് കഴിയുന്നു. വാട്ടർ എനർജി പാഡിന്റെ ഗുണങ്ങളാണ് ഇതിൽ കാണുന്നത്. ഇംപ്രൂവ്ഡ് ഡൈജഷൻ, ഇംപ്രൂവ്ഡ് ഇമ്മ്യൂണിറ്റി സിസ്റ്റം, ഇംപ്രൂവ്ഡ് സ്കിൻ, ഇംപ്രൂവ്ഡ് ഡെന്റൽ ഹെൽത്ത്, ഇംപ്രൂവ്ഡ് ബോഡി ടെമ്പറേച്ചർ, ഇംപ്രൂവ്ഡ് എലിമിനേഷൻ ഓഫ് ടോക്സിൻ, ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മളെ വാട്ടർ എനർജി പാഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ മാഗ്നറ്റൈസ് വാട്ടറിനുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ റിസ്റ്റ് ബാൻഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അടുത്തൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് റോജിയേട്ടാവോ എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിത്വം പറയുന്ന ആളുടെ ഒരു കണ്ടെത്തലാണ് ബ്ലഡിന്റെ വിസ്കോസിറ്റിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുമൂലം സ്ട്രോക്ക്, അറ്റാക്ക് പോലെയുള്ള പ്രശ്നങ്ങളുടെ തീവ്രത കുറയ്ക്കാനും അതിനെ ഇല്ലാതാക്കാനും സഹായിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് അതിനുള്ള ശേഷിയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നിയോഡൈം ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മളുടെ ഈ പറയുന്ന മാട്രസ് ഉപയോഗിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, വാട്ടർ എനർജി പാഡ് ഉപയോഗിച്ചുള്ള വെള്ളം കുടിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, റിസ്റ്റ് ബാൻഡ് ഉപയോഗിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ആപത്തിൽ നിന്നും സ്വയം രക്ഷപ്രാപിക്കാൻ നമ്മുടെ ഉൽപ്പന്നങ്ങൾ സഹായിക്കുന്നുള്ളതാണ്. പിന്നെ ആരൊക്കെ ഉപയോഗിക്കരുത്? ശരീരത്തില് പേസ് മേക്കർ പോലെ, അതുപോലെ ഇൻസുലിൻ പമ്പ് പോലെയുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഫിറ്റ് ചെയ്ത ആളുകൾ ഉപയോഗിക്കും. ഗർഭിണികള്, മുലയൂട്ടുന്ന അമ്മമാർ ഇത് ഉപയോഗിക്കും. ഹലോ, വിജയനാഥിന്റെ മൈക്ക് അൺമ്യൂട്ട് ചെയ്തേ. വിജയനാഥ്, ഓക്കെ അറിയാതെയായിരിക്കും. ഓക്കെ, അപ്പോ ആരൊക്കെ ഉപയോഗിക്കരുത് എന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇനി ഇത് ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ടുകൾ, ഇപ്പൊ അത് പറയുന്നതിൽ അതിശോക്തിയില്ല. അതായത് നിങ്ങൾ യൂട്യൂബ് തുറന്നാൽ ഈ ബയോട്ടോറിയം റിസൾട്ട്സ് എന്ന് അടിച്ചാൽ 1,00,000 മേലെ റിസൾട്ടുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. വിവിധ ഭാഷകളിൽ, വിവിധ സംസ്കാരത്തിൽ, വിവിധ ജനങ്ങൾ ഉപയോഗിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജലദോഷം മുതൽ ക്യാൻസർ, സോറിയാസിസ് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിലും മികച്ച റിസൾട്ടുകൾ ലഭിച്ച ഉൽപ്പന്നങ്ങളാണ്. വെരിക്കോസ് വെയിൻ, തൈറോയിഡ്, ഇത്തരത്തിലുള്ള അലർജികൾ, ഇത്തരത്തിലുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ചുരുങ്ങിയ ദിവസങ്ങളുണ്ട്. ഷുഗർ വന്ന് മുറിച്ചു കളയേണ്ട കാലുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ
ഒരുപാട് വലിയ റിസൾട്ടുകളാണ്. ഞാൻ ഇന്ന് പാലക്കാട് ജില്ലയിൽ ആലത്തൂർ ഒരു ടീം മീറ്റിംഗ് കഴിഞ്ഞു വരികയാണ്. ഇന്ന് അവിടെ ഒരു വ്യക്തി പറഞ്ഞ റിസൾട്ട് നമ്മളെപ്പോലും അത്ഭുതപ്പെടുന്നതാണ്. അവരെ ഉമ്മയ്ക്ക് 80 വയസ്സുള്ളതാണ്. ക്രിയാറ്റിന്റെ അളവില്, അതായത് ഡയാലിസിസ് ആരംഭിക്കണം എന്ന് പറഞ്ഞ കേസാണ്. നമ്മുടെ ഉൽപ്പന്നം ഉപയോഗിച്ചു. അവിടെ 6.7 ഉണ്ടായിരുന്ന ക്രിയാറ്റിൻ 3.5 എത്തി. ഷുഗർ 350 നിന്ന് 140 എത്തി. അങ്ങനെ ഒരു മിറാക്കിൾ റിസൾട്ട്. പണ്ട് രണ്ടുപേരും പിടിച്ചു നടന്നിരുന്ന വ്യക്തി ഇന്ന് സ്വതന്ത്രമായി നടക്കുന്നു. ആ രീതിയിൽ ഒരു വലിയ റിസൾട്ട് പല വ്യക്തികൾക്കും ഇന്ന് ഈ ഉൽപ്പന്നം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട, നമ്മുടെ ജീവിതത്തിന്റെ ശീലമാക്കേണ്ടതാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ. ഇത് എല്ലാ വീടുകളിലും എത്തിക്കുക, എല്ലാവരുടെ കയ്യിലേക്ക് നമ്മുടെ റിസ്പാൻഡ് ആ ഒരു റിസ്പാൻഡുള്ള ഒരു കൈ, അതായിരിക്കും എല്ലാവരുടെ കൈകളാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെയും ഓരോ വ്യക്തികളുടെയും ആഗ്രഹം. അതിലേക്ക് നമുക്ക് ഒരുമിച്ച് ഒരുപോലെ യാത്ര ചെയ്യാം. ഇനി നമ്മുടെ കമ്പനി, ഞാൻ അതിന്റെ അടുത്ത ലെവലിലേക്ക് കിടക്കുകയാണ്. ഇബയോട്ടോറിയം എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് പ്രൊഡക്ട്സുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി എന്ന ലേബലിൽ നിന്നും ഇന്ന് ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് രംഗത്ത് കൃത്യമായി പറഞ്ഞാൽ 13ാം സ്ഥാനം അലങ്കരിക്കുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായിട്ടുള്ള ഇബയോട്ടോറിയം അതിന്റെ ഉൽപ്പന്നങ്ങളുടെ ശൃംഖല വർദ്ധിപ്പിക്കുകയാണ്. എന്റെ ഭാഷയില് ഞാൻ പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് മുതൽ ഗുഡ് നൈറ്റ് വരെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഈ കമ്പനി ഇന്ന് മാർക്കറ്റിലേക്ക് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാലത്ത് രാവിലെ എണീറ്റാൽ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ് മുതൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന ബെഡിൽ ഇരിക്കുന്ന വിരിയടക്കം ക്രീം അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ കമ്പനി ഇന്ന് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് മുതൽ ഗുഡ് നൈറ്റ് വരെ, കുടില് തൊട്ട് കൊട്ടാരം വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഉൽപ്പന്നം, കൊച്ചുകുട്ടി മുതൽ വയോവൃദ്ധൻ വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഉൽപ്പന്നം. ഇത്തരത്തിൽ ഏതൊരു വ്യക്തിക്കും അവരുടെ ലൈഫിനെ ടച്ച് ചെയ്യാൻ സാധിക്കുന്ന, അവരെ ഹെൽത്തിനെയും വെൽത്തിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കമ്പനിയായി ഇബയോട്ടോറിയം വളരെ അഭിമാനകരമായി വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അൾട്രാബെറി എന്നാണ് ആ ഉൽപ്പന്നത്തിന്റെ പേര്. ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ്. ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള, ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഡ്രിങ്ക്. ഇന്ന് ലോകത്തുള്ള ഏറ്റവും അമൂല്യമായ 21 പഴങ്ങളുടെ ഒരു മിശ്രണമാണ്. ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. അതായത് ആന്റി ഏജിങ്, ആന്റി ക്യാൻസർ, ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ ന്യൂട്രീഷൻസ്, പോഷകങ്ങളുടെ വളരെ വലിയൊരു കലവറയാണ് നമ്മളുടെ ഈ പറയുന്ന അൾട്രാബെറി. ഇത് രാവിലെ വെറും വയറ്റില് ഒരു 30 ml നമ്മൾ കഴിച്ചാൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു മാറ്റം ഒരു 3 മാസം മുതൽ 4 മാസം വരെ, 90 ദിവസം മുതൽ 100 ദിവസം വരെ നിങ്ങൾ തുടർച്ചയായിട്ട് ഈ ഉൽപ്പന്നം ഉപയോഗിച്ചാൽ നിങ്ങളുടെ സൗന്ദര്യത്തിലും ആരോഗ്യത്തിലും മാറ്റം വരുത്താൻ സഹായിക്കുന്ന ഉൽപ്പന്നമാണ് അൾട്രാബെറി. അടുത്തതാണ് നമ്മുടെ ചാമ്പ്യൻ പ്രൊഡക്റ്റ് ആയിട്ടുള്ള മോർ പവർ. ഇന്ന് ഈ ബയോട്ടോറിയത്തിലെ ഹീറോ ആണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ഒരു ഹീറോ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മോർ പവർ. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഹൈ റിസൾട്ട് ഉണ്ടാക്കി തരുന്ന ഒരു ഉൽപ്പന്നമാണ്. നമ്മുടെ ശരീരത്തിലെ 11 വ്യവസ്ഥകളെ കൃത്യമായി പരിപാലിക്കുന്ന ഒരു ഉൽപ്പന്നം. പ്രത്യേകിച്ച് ഇതൊരു ആയുഷിന്റെ സർട്ടിഫിക്കേഷൻ ഉൽപ്പന്നമാണ്. നമ്മുടെ കാർഡിയാക്ക്, ബ്രെയിൻ, കിഡ്നി, അതുപോലെ തന്നെ സെക്ഷൽ വെൽനസ്. ഏറ്റവും ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സെക്ഷൽ എനർജിയെ ഇംപ്രൂവ് ചെയ്യാൻ അത് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ അതിന് സഹായിക്കുന്ന ഒരു ഉൽപ്പന്നം കൂടിയാണ് നമ്മുടെ മോർ പവർ എന്ന് പറയുന്നത്. വളരെ ശാസ്ത്രീയമായി സൈഡ് എഫക്റ്റുകൾ ഒന്നുമില്ലാതെ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒരു കണ്ടൻസ്, 46ഓളം ആയുർവേദ സിദ്ധ ഉൽപ്പന്നങ്ങളുടെ ഒരു മിശ്രണമാണ് നമ്മൾ പറയുന്ന മോർ പവർ എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങൾ. അതുകൂടാതെ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകൾ. നമ്മുടെ കമ്പനി റേഞ്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. 100% നമുക്ക് പ്ലാന്റ് ബേസ്ഡ് ആയിട്ട് ഉൽപ്പന്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. വളരെയധികം ആളുകൾ ഉപയോഗിച്ച് വലിയ റിസൾട്ടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ. ഷുഗർ ബാലൻസ്, ബ്യൂട്ടി വൈറ്റൽ, ലിവർ ക്ലൻസിങ്, ഡീപ് സ്ലീപ്പ്, ജോയിന്റ് ഗാർഡ്, അഡ്വാൻസ് ഹെൽത്തി ഹാർട്ട്, അതുപോലെ തന്നെ ഒമേഗ, മെമ്മറി, ഇങ്ങനെയുള്ള ഡിറ്റോക്സ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മനുഷ്യ ശരീരത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സുകൾ ഹൈ ക്വാളിറ്റിയോടുകൂടി ഏറ്റവും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഏറ്റവും മാന്യമായ മിതമായ വിലയിൽ നമ്മുടെ കമ്പനി നമുക്ക് തരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ഓർഗാനിക് അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകൾ, ഇതും നമ്മളുടെ ഒരു ശ്രേണിയിൽപ്പെട്ടതാണ്. ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കാർഷിക മേഖലയ്ക്ക് ഏറ്റവും വളർച്ച ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഉൽപ്പന്നം. അതുപോലെ തന്നെ വീട്ടിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഗിർപശുവിന്റെ നെയ്യ്, മാഗ്നറ്റിക് ഷൂ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഓർണമെന്റ്സ്, ഗുഡ് മോർണിംഗ് മുതൽ ഗുഡ് നൈറ്റ് വരെയുള്ള
നമ്മളുടെ FMCG ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം നമ്മളുടെ ഈ പറയുന്ന ശ്രേണിയിൽ വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഗുഡ് മോർണിംഗ് മുതൽ ഗുഡ് നൈറ്റ് വരെ, കുടില് തൊട്ട് കൊട്ടാരം വരെ, കൊച്ചുകുട്ടി മുതൽ വയോവൃദ്ധൻ വരെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യും. ഈ 4-5 വർഷം കൊണ്ട് 30 ലക്ഷത്തിലധികം കസ്റ്റമേഴ്സിനെ ഓൾ ഓവർ ഇന്ത്യ നമ്മുടെ കമ്പനി ഇന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് ഉപയോഗിക്കുന്നവർ വലിയവരും ചെറുവരും ഉണ്ട്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അടക്കം, മുഖ്യമന്ത്രിമാരടക്കം, മറ്റ് മന്ത്രിമാരടക്കം നിരവധിയായ വ്യക്തികൾ ഇന്നത് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ പരിചിതമായ ഒട്ടേറെ വ്യക്തിത്വങ്ങളെ കാണാൻ സാധിക്കും. സിനിമാ മേഖലയുള്ള ആളുകൾ, സ്പോർട്സ് മേഖലയുള്ള ആളുകൾ, രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾ, സാഹിത്യ മേഖലയിലുള്ള ആളുകൾ, അതുപോലെ തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥര്, ഡോക്ടേഴ്സ്, ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികൾ, സാധാരണക്കാർ, ഇങ്ങനെ സമൂഹത്തിലെ വ്യത്യസ്തരായ ഒട്ടനവധി വ്യക്തികൾ ഇന്ന് ഈ ഉൽപ്പന്നം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഉൽപ്പന്നങ്ങൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ വലിയൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലൈഫിനെ എല്ലാ രീതിയിലും ആരോഗ്യപരമായും സാമ്പത്തികമായും സഹായിക്കുന്ന ഒരവസരമായി ഇന്ന് ഈ ബയോട്ടോറിയം മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇനി എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ മാർക്കറ്റിംഗ് പ്ലാനെ കുറിച്ചാണ്. നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ഇനി ഉള്ള ഈ സമയങ്ങളിൽ ഇവിടെ വേണം. കാരണം ഈ മാർക്കറ്റിംഗ് പ്ലാൻ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ളതാണ്. നിങ്ങൾ ജീവിതത്തിൽ എന്താണോ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ഇവിടെ ലഭ്യമാകുന്നത്. നമ്മളെ സംബന്ധിച്ച് സാമ്പത്തിക സ്വാതന്ത്ര്യം, കടബാധ്യതകള്, നമ്മുടെ കൊച്ചു സ്വപ്നങ്ങൾ, വലിയ വലിയ സ്വപ്നങ്ങൾ, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം, സ്വന്തമായ ഒരു വീട്, ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരിക്കലും നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് കരുതി നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന, എഴുതി തള്ളിയിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട നിങ്ങളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളെയും 100% പൂർത്തീകരിക്കാൻ സഹായിക്കുന്ന ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ആണ് ഈ ബയോട്ടോറിയം നമുക്ക് തരുന്നത്. ഇവിടെ ഇതിലെ ഡിസ്ട്രിബ്യൂട്ടർ ആകുക വഴി നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ നേട്ടം റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയ്ക്കാണ് നമുക്ക് ഉൽപ്പന്നം കമ്പനി തരുന്നത്. ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ MRPക്ക് നമ്മളും അത് മാർക്കറ്റ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും DP MRP ഡിഫറൻസ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ സൂപ്പർ അവയർനെസ് ബോണസ്, സൂപ്പർ ഫാമിലി ബോണസ്, സർപ്രൈസ് ബോണസ്, പിക്കപ്പ് സെന്റർ ബോണസ്, ഡിസ്ട്രിക്ട് സ്റ്റോക്കിസ്റ്റ് ബോണസ്, അതുകൂടാതെ ഫോറിൻ ട്രിപ്സ്, അതോടൊപ്പം തന്നെ നോമിനേഷൻ ഫെസിലിറ്റി, ഇത്തരത്തിലുള്ള 10ഓളം ബെനിഫിറ്റുകളാണ് നമ്മുടെ ഈ കമ്പനി നമുക്ക് തരുന്നത്. എങ്ങനെയാണ് ഈ ബയോട്ടോറിയത്തിൽ ഡിസ്ട്രിബ്യൂട്ടറായി നമ്മൾ മാറുക? ഈ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടറായി മാറാൻ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ കമ്പനി ഇപ്പോൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പാക്കേജ് ജീവിതത്തിൽ ഒറ്റത്തവണ ഈ കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇഷ്ടമുള്ള പാക്കേജ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഏത് പാക്കേജ് പർച്ചേസ് ചെയ്തിട്ട് വന്നാലും നിങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും കമ്പനി തരുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും മിനിമം 13 PV മുതൽ 100 PV വരെ, അതായത് 13 PV എന്ന് പറയുന്നത് വെറും 3100 രൂപയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള, വലിയ ഈ അവസരം ആരംഭിക്കാനുള്ള ഒരു സാധ്യത, വലിയൊരു ബിസിനസ്സുകാരനായി മാറാനുള്ള ഒരു സാധ്യത ഇവിടെ തുറന്നു വയ്ക്കുക. ഇവിടെ 4100 പാക്കേജ് 13 PV, അതുപോലെ തന്നെ 4600 പാക്കേജ്, 5200 പാക്കേജ്, അതുപോലെ തന്നെ അൾട്രാബറിയിൽ വ്യത്യസ്തമായ 4400, 13 8000, 25 PV, 13200, 50 PV, 24000, 100 PV, ഇങ്ങനെ. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഷൂസ്, അതുപോലെ തന്നെ നമ്മുടെ മോർ പവറിന്റെ വ്യത്യസ്തമായിട്ടുള്ള 50 PV, 25 PVയുടെ 100 PVയുടെ പാക്കേജുകൾ, അതുപോലെ തന്നെ നമ്മുടെ മാട്രസ് 50 PV, 100 PV, അതുപോലെ തന്നെയുള്ള ഫാമിലിയും സിംഗിളുമായിട്ടുള്ള മറ്റ് പാക്കേജുകൾ 9800, 10700 തുടങ്ങിയിട്ടുള്ള പാക്കേജുകൾ, 16500, 19300 തുടങ്ങിയിട്ടുള്ള പാക്കേജുകൾ ഏത് വേണമെങ്കിലും നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഏത് പാക്കേജ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സുകളുടെ ഏത് പാക്കേജ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും ഒരു പാക്കേജ് സെലക്ട് ചെയ്തുകൊണ്ട് ഈ കമ്പനിയുടെ ആജീവനാന്ത ഡിസ്ട്രിബ്യൂട്ടറായി നമ്മൾ മാറാം. ഇപ്പോൾ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളും ഭാവിയിൽ കമ്പനി മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉൽപ്പന്നങ്ങളും ഈ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു അവകാശമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഈ കമ്പനിയുടെ മാർക്കറ്റിംഗ് പ്ലാന്റെ പ്രത്യേകത, ഇന്ന് ഇന്ത്യയിലുള്ള മറ്റേത് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഈ ബയോട്ടോറിയം. അതിന്റെ മാർക്കറ്റിംഗ് പ്ലാനിലൂടെ, പ്രൊഡക്റ്റിലൂടെ വ്യത്യസ്തമാണ്. അതോടൊപ്പം തന്നെ അതിലേറെ അതിന്റെ മാർക്കറ്റിംഗ് പ്ലാനിൽ വ്യത്യസ്ത പുലർത്തുന്ന കമ്പനിയാണ്. സാധാരണ ഒരു ജോലിക്കാരന് മാസത്തിൽ ശമ്പളം കിട്ടുന്നു, ആഴ്ചയിൽ കൂലി കിട്ടുന്നു, ദിവസ വേതനം കിട്ടുന്നു, വാർഷിക ശമ്പളം കിട്ടുന്നു, നമുക്കറിയാം. ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഈ ബയോട്ടോറിയം. ദിവസത്തിൽ 2 തവണ നമുക്ക് വരുമാനം തരും. ഡെയിലി 2 സമയം, 2 തവണ, 5 AM to 5 PM 12 മണിക്കൂർ,
5 PM to 5 AM 12 മണിക്കൂർ. അങ്ങനെ 12 മണിക്കൂറിന്റെ ഇടവേളകളിൽ നമുക്ക് ഈ കമ്പനി വരുമാനം തരുന്നു. അതായത് ഒരു മാസത്തിൽ 30x2 60 തവണ വരുമാനം വാങ്ങാനുള്ള ഒരു അവസരം ഈ കമ്പനി നമുക്ക് തരിക. എങ്ങനെയാണ് നമുക്ക് ഇതിലൂടെ നമ്മളെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് നടക്കാൻ സാധിക്കും? ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നമ്മളൊരു ഉൽപ്പന്നം വാങ്ങുന്നു, ഉപയോഗിക്കുന്നു, യൂസ് ദ പ്രൊഡക്ട്സ്, നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മൾക്ക് ഉൽപ്പന്നം ബോധിച്ചാൽ, നമുക്ക് ഇഷ്ടപ്പെട്ടാൽ, നമ്മൾ വേണ്ടപ്പെട്ട ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. നമ്മളുടെ ജീവിതത്തിലുള്ള റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്ന ഈ റെക്കമെൻഡേഷൻ ഹാബിറ്റ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. നല്ല ഡോക്ടറെ കണ്ടാൽ, നല്ല സിനിമ കണ്ടാൽ, നല്ല ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ നമ്മൾ സാധാരണ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അതേ കാര്യം ഇവിടെ നിങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ നിങ്ങളുടെ ലൈഫിനെ പുതുക്കി പണിയാൻ സാധിക്കും, നിങ്ങളുടെ ലൈഫിലെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളിവിടെ ചെയ്യേണ്ടത് 2 ടീമുകളെ ക്രിയേറ്റ് ചെയ്യുക, 2 ഗ്രൂപ്പുകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഒന്നുകൂടി സിമ്പിളായി പറഞ്ഞാൽ 2 ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്രാഞ്ചുകൾ എണ്ണം കൂടുന്തോറും കച്ചവടം കൂടുന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം 10 ആളിലൂടെയോ 100 ആളിലൂടെ ചെയ്യുമ്പോൾ വളരെ വേഗത്തിലും എളുപ്പത്തിലും ചെയ്യാൻ സാധിക്കും. ടീം വർക്ക് എന്ന് പറയുന്ന ഒരു ആശയമാണ് വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി ഇവിടെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇവിടെ ടീം വർക്കിന്റെ ഗുണം, നമ്മൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അത് ടീമിന് വേണ്ടി ഉപയോഗിക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ടീമിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് 2 ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യാം. നമുക്കിതിനെ ഒരു സൈഡ് 2 ബ്രാഞ്ചിൽ ഒരു ബ്രാഞ്ചിനെ ജീനിയസ് ടീം എന്നും അടുത്തത് വിന്നർ ടീം എന്ന് നമുക്ക് വിളിക്കാം. അപ്പോ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രൈറ്റീരിയ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ക്രൈറ്റീരിയ? ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ബിസിനസ്സുകാരനായ കമ്പനി അംഗീകരിക്കുന്നത് നിങ്ങൾ ക്രൈറ്റീരിയ അച്ചീവ് ചെയ്യുമ്പോഴാണ്. ക്രൈറ്റീരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 150 PVയുടെ ബിസിനസ്. അപ്പൊ എന്താണ് PV? അതായത് PV എന്ന് പറയുന്നത് പോയിന്റ് വാല്യൂ. നമ്മൾ ഓരോ പാക്കേജും പർച്ചേസ് ചെയ്യുമ്പോൾ അതിനൊരു നിശ്ചിതമായ PV കമ്പനി നിശ്ചയിച്ചിട്ടുണ്ട്. 13 PV മുതൽ ഞാൻ നേരത്തെ പറയേണ്ടായി 100 PV വരെ. അതിൽ ഏത് പാക്കേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരു പാക്കേജിന് നിശ്ചിതമായ ഒരു PV ഉണ്ടായിരിക്കും. അപ്പൊ ജീനിയസ് സൈഡിൽ നിന്ന് 100 PV അല്ലെങ്കിൽ വിന്നർ സൈഡിൽ നിന്ന് 100 PV, ടോട്ടൽ 2 സൈഡിലും കൂടി 150 PV. ഡയറക്റ്റ് ആയിട്ട് 2 റെഫറൽ, നിങ്ങളുടെ ഡയറക്റ്റ് റെക്കമെൻഡേഷൻ 2 വ്യക്തികളിലൂടെ 150 PV എന്നാണോ വരുന്നത് അന്ന് നിങ്ങൾ ഈ പറയുന്ന ക്രൈറ്റീരിയ അച്ചീവ് ചെയ്യുന്നു. അതായത് ആദ്യത്തെ വരുമാനം വെൽക്കം ബോണസിന് അർഹനാവുന്നു. ഇവിടെ നമുക്ക് എങ്ങനെയാണ് വരുമാനം തരുന്നത് എന്ന് ചോദിച്ചാൽ 100 PV 50 PV സ്ക്രീനിൽ കാണുന്ന പോലെയാണെങ്കിൽ തുല്യമായതാണ് മാച്ച് ചെയ്യുക. അപ്പോൾ 2ൽ നിന്ന് തുല്യമായത് 50 PV. ഒരു PVക്ക് 8.8 എന്ന രീതിയിൽ 50 × 8.8 440 രൂപ ആദ്യത്തെ വരുമാനമായിട്ട് കമ്പനി നമുക്ക് അയച്ചു തരുന്നതാണ്. ഇതാണ് ഈ ബിസിനസ്സിലെ ഏറ്റവും ആദ്യത്തെ നമുക്ക് ലഭിക്കുന്ന വരുമാനം. ഇനി അവിടെ നിന്ന് അടുത്ത സ്റ്റെപ്പ്, ആ 3 വ്യക്തികളിൽ നിന്ന് നമ്മളൊരു ടീമായിട്ട് മാറുകയാണ്. അവരുടെ ബന്ധങ്ങൾ, അവരുടെ സുഹൃത്തുക്കളിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ ജീനിയസ് സൈഡിലും വിന്നേഴ്സ് സൈഡിലും നമ്മൾ ഒരു ടീം ക്രിയേറ്റ് ചെയ്യുന്നു. ടീം വർക്കിന്റെ ഗുണം ഞാൻ പറഞ്ഞു, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിന് പകരം ടീമായി ചെയ്യുന്നു. അതിന്റെ ഗുണം എന്താണ്? നിങ്ങൾക്ക് ഇനി വരുമാനം കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ഡയറക്റ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. എന്നാൽ നിങ്ങൾ ജീനിയസ് സൈഡിലും വിന്നേഴ്സ് സൈഡിലും ബിസിനസ് നടന്നാൽ മതി. അപ്പോ ജീനിയസ് സൈഡിൽ നിന്ന് വിന്നർ സൈഡിൽ നിന്ന് ആര് ചെയ്താലും, എത്ര 100ാമത്തെ ആളോ 10ാമത്തെ ആളോ 1000ാമത്തെ ആളോ ഏത് ലെവലിൽ നിന്ന് ബിസിനസ് വന്നാലും നമ്മുടെ കമ്പനി നമ്മൾ ചെയ്തതായിട്ടാണ് കണക്കാക്കുന്നത്. ജീനിയസ് സൈഡിൽ നിന്ന് ബിസിനസ് വരുന്നു, വിന്നർ സൈഡിൽ നിന്ന് ബിസിനസ് വരുന്നു. നോക്കൂ, ഈ സ്ക്രീനിൽ കാണുന്ന പോലെ 50 PV ആണ് വരുന്നതെങ്കിൽ 440 നമുക്ക് കിട്ടുന്നു. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 12 മണിക്കൂറിനുള്ളിൽ 100 PV ആണ് വരുന്നതെങ്കിൽ 8.8 850 രൂപ കിട്ടുന്നു. ഇനി 200 ആണ് വരുന്നെങ്കിൽ, ഇനി 500 ആണ് വരണമെങ്കിൽ നമുക്ക് 500 PV ജീനിയസ് സൈഡിൽ നിന്നും 500 PV വിന്നർ സൈഡിൽ നിന്നും വന്നാൽ 500 PV മാച്ച് ചെയ്യുന്നു. 500 × 8.8 3520 രൂപ കിട്ടുന്നു. ഒരു കട്ട് ഓഫില് 2 കട്ട് ഓഫിലാണ് സംഭവിച്ചാൽ 7040. അപ്പൊ ഒരു വ്യക്തിക്ക് ഒരു ബിസിനസ് സൈക്കിളിൽ ഒരു 12 മണിക്കൂറിൽ മാക്സിമം കിട്ടുന്ന വരുമാനം, സൂപ്പർ അവയർനെസ് ബോണസ് എന്ന് പറയുന്നത് 1000 PV സീലിംഗ് ആണ്. 1000 PV വിന്നർ സൈഡിൽ നിന്നും 1000 PV ജീനിയസ് സൈഡിൽ നിന്നും മാച്ച് ചെയ്യുന്ന സമയത്ത് 1000 × 8.8 8800 രൂപ ഒരു 12 മണിക്കൂറിനുള്ളിൽ വരുമാനമായിട്ട് നമുക്ക് സമ്പാദിക്കാം. ഇവിടെ 1000 PV വരുന്നത് നമ്മൾ ഡയറക്റ്റ് വരുന്നതല്ല, നമ്മുടെ ടോട്ടൽ ടീമിൽ നിന്ന് വരുന്ന ബിസിനസ്സാണ്. അത് ആര് ചെയ്താലും എവിടെ നിന്ന് വന്നാലും നോ പ്രോബ്ലം. ജീനിയസ് സൈഡിൽ നിന്ന് 1000 PV, വിന്നർ സൈഡിൽ നിന്ന് 1000 PV, നമുക്ക് 8800 രൂപ ലഭിക്കുന്നു. അങ്ങനെ ഒരു ദിവസം 2 കട്ട് ഓഫ് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും 17600 രൂപ ലഭിക്കുന്നു. ഇതാണ് സൂപ്പർ അവയർനെസ് ബോണസ്. ഇനി അടുത്ത ഒരു ബോണസ് എന്ന് പറയുന്നത് സൂപ്പർ ഫാമിലി ബോണസ് ആണ്. ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ചരിത്രത്തിൽ
ഒരു കമ്പനിയിലും ഇല്ലാത്ത ഒരു മാർക്കറ്റിംഗ് പ്ലാന്റെ ഭാഗമാണ് നമ്മുടെ സൂപ്പർ ഫാമിലി ബോണസ്. ഈ സൂപ്പർ ഫാമിലി ബോണസ് ആണ് ഈ ബയോട്ടോറിയത്തിന് ഇന്ന് കാണുന്ന വാല്യൂ ക്രിയേറ്റ് ചെയ്തത്. കേവലം 5 വർഷത്തിനുള്ളിൽ 300-ലധികം കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്യാൻ കമ്പനിയെ സഹായിച്ച പ്ലാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിവിശിഷ്ടമായതാണ് സൂപ്പർ ഫാമിലി ബോണസ്. അപ്പൊ എന്താണ് ഫാമിലി ബോണസ്? ഫാമിലി ബോണസ് എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ അവയർനെസ് ബോണസ് പറഞ്ഞു, 100 PV ജീനിയർ സൈഡിലും 100 PV വിന്നർ സൈഡിലും വരുമ്പോൾ 8.8 വെച്ച് നമുക്ക് 880 രൂപ തരും. അതിന് പ്രത്യേകിച്ച് സമയപരിധിയില്ല, എപ്പോ വന്നാലും കിട്ടും അവയർനെസ് ബോണസ്. എന്നാൽ ഫാമിലി ബോണസിന് ഒരു കണ്ടീഷൻ കമ്പനി പറയുന്നത്. ഈ കണ്ടീഷൻ ഇതാണ്: 5 AM 5 PM 5 PM 5 AM ഏതെങ്കിലും 12 മണിക്കൂറിനുള്ളിൽ 100 PV ജീനിയർ സൈഡിലും 100 PV വിന്നർ സൈഡിലും വന്നാൽ നിങ്ങൾ ഫാമിലി ബോണസിന് അർഹനാവും. ഫാമിലി ബോണസിന് അർഹനായാൽ എന്താണ് നേട്ടം എന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ അവയർനെസ് ബോണസിൽ ഒരു PVക്ക് 8.8 ആണ് കണക്കാക്കിയതെങ്കിൽ സൂപ്പർ ഫാമിലി ബോണസിൽ ഒരു PVക്ക് 59 രൂപ 40 പൈസ കമ്പനി കണക്കാക്കും. അതായത് നമ്മുടെ വരുമാനം 10 മടങ്ങായിട്ട് വർദ്ധിക്കും. 100 PV ഒരു സൈക്കിളിൽ തന്നെ വന്നാൽ, 12 മണിക്കൂറിൽ വന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം 50 PV ആണ് വരുന്നെങ്കിൽ 2970 രൂപയും, 100 PV ആണ് ഒരു 12 മണിക്കൂറിൽ വരുന്നതെങ്കിൽ 5940 രൂപയും കിട്ടുന്നതാണ്. അപ്പൊ ഒരു ദിവസം 2 സൈക്കിളും കൂടി ഫാമിലി ബോണസ് മാത്രം നമുക്ക് 11,850 രൂപ വാങ്ങാനുള്ള ഒരു അവസരം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഫാമിലി ബോണസും അവയർനെസ് ബോണസും കൂടി 50 PV മാത്രമാണ് വരുന്നെങ്കിൽ 3410 രൂപയും, 100 PV മാത്രമാണ് വരുന്നെങ്കിൽ 12 മണിക്കൂറിനാണ് ഇത് വരുന്നെങ്കിൽ ഫാമിലി ബോണസും നമുക്ക് ലഭിക്കും, അതിനൊപ്പം തന്നെ അവയർനെസ് ബോണസും കിട്ടും, 6820 രൂപയും കിട്ടും. ഇങ്ങനെ ഈ പ്ലാൻ അനുസരിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം കിട്ടുന്ന വരുമാനം, ഡെയിലി ഇൻകം 29,450 രൂപ, വീക്കിലി ഇൻകം 2,06,360 രൂപ, മന്ത്ലി ഇൻകം 8,84,400 രൂപ, 1 ഇയർ 1,07,60,200 രൂപ. നോക്കൂ, വെറും 3,100 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ബിസിനസ് വർഷത്തിൽ 1 കോടിയിലധികം സമ്പാദിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, അസുലഭമായ ഒരു അവസരമാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. കാപ്പിക്കാശിന് കോടീശ്വരനാവാനുള്ള ഒരു അവസരമാണ് ഈ ബയോട്ടോറിയം നമുക്ക് മുന്നിൽ വെച്ച് നീട്ടുന്നത്. ഈ അവസരമാണ് എനിക്കും നിങ്ങൾക്കും ഇന്ന് ലഭ്യമായിരിക്കുന്നത്. ഇതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം കേവലം 2-3 വർഷം കൊണ്ട് അവൻ ആഗ്രഹിക്കുന്ന സ്വപ്ന ജീവിതത്തിലേക്ക്, അവൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വളരെ സിമ്പിളായി സാധിക്കും എന്നുള്ളതാണ്. അടുത്തത് തായ്ലൻഡ് ട്രിപ്പാണ്. നമുക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളാണ്. നോക്കൂ, നമ്മുടെ ഈ കമ്പനി മറ്റ് കമ്പനികളും തികച്ചും വ്യത്യസ്തമാണ്. മറ്റെല്ലാ കമ്പനികളും ഡയറക്റ്റ് ഒരുപാട് കമ്പനികൾ ട്രിപ്പുകൾ വെക്കാറുണ്ട്, വിദേശ ട്രിപ്പുകൾ. ഒരു നിശ്ചിത സമയത്തുള്ള നിശ്ചിത ടാർഗറ്റ് നിങ്ങൾ ചെയ്താൽ നിങ്ങളെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകും. ഇതാണ് കമ്പനി പറയാറ്. ഇവിടെ ഈ ബയോട്ടോറിയം പറയുന്നു, നിങ്ങൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നാണോ 3 ലക്ഷം രൂപ വരുമാനം വാങ്ങുന്നത്, അതായത് 15,000 LRP പോയിന്റ്, ലോയൽറ്റി റിവാർഡ് പോയിന്റ് വാങ്ങുന്നത്, അന്ന് നിങ്ങൾക്ക് ഒരു ഫോറിൻ ട്രിപ്പ് സ്വന്തമാണ്. ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് വ്യക്തിയും ധൈര്യമായിട്ട് പാസ്പോർട്ട് എടുക്കാം. ലോകം മുഴുവൻ ചുറ്റിക്കാണിക്കാൻ നമ്മുടെ കമ്പനി നമ്മൾ തയ്യാറാണ്. ഈ 15,000 LRP പോയിന്റ് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ 10,000 രൂപ വാങ്ങുമ്പോഴും 5% ലോയൽറ്റി റിവാർഡ് പോയിന്റ് ആയിട്ട് നമുക്ക് തരുന്നുള്ളതാണ്. അങ്ങനെ ടോട്ടൽ 44 തവണ നമ്മൾ ഈ പറയുന്ന 100 PVയുടെ ഫാമിലി ബോണസ് അച്ചീവ് ചെയ്താൽ ഈ പറയുന്ന 15,000 ലോയൽറ്റി റിവാർഡ് പോയിന്റ് ആവും. ഇന്ന് ഏകദേശം 300-ലധികം വ്യക്തികൾ ഓൾറെഡി തായ്ലൻഡ് ട്രിപ്പ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു ഓൾ ഓവർ ഇന്ത്യയിൽ. അപ്പൊ വളരെ വേഗതയിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി. നിങ്ങളുടെ ലോകം ചുറ്റിക്കാണ് യാത്ര ചെയ്യുക എന്ന് പറയുന്ന സ്വപ്നത്തിന് 100% പൂർത്തീകരിക്കാൻ ഈ ബയോട്ടോറിയത്തിൽ സാധിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് നിങ്ങൾക്ക് തരാവുന്ന ഏറ്റവും വലിയ ഉറപ്പ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇന്ന് തന്നെ പാസ്പോർട്ടിന് അപേക്ഷിക്കാം. അത്തരത്തിലുള്ള ഏറ്റവും മനോഹരമായ ഒരു ട്രിപ്പാണ് നമുക്ക് തായ്ലൻഡ് ട്രിപ്പ് 5 ദിവസത്തെ കമ്പനി നമുക്ക് തരുന്നത്. അത് കഴിഞ്ഞാൽ സിംഗപ്പൂര്, അത് കഴിഞ്ഞാൽ ദുബായ്, അത് കഴിഞ്ഞാൽ യൂറോപ്യൻ ട്രിപ്പ് നമുക്ക് കമ്പനി പ്രദാനം ചെയ്യാണ്. ഇത്തരത്തില് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നമ്മുടെ കമ്പനി ഇവിടെ നമുക്ക് തരുന്നു. ഇനി അടുത്തത്, ഈ ബയോട്ടോറിയം അതിന്റെ അടുത്ത ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു. ഇത് ഇന്ത്യയെ ലോകത്തിൽ തന്നെ നമ്പർ 1 സ്ഥാനത്തേക്ക് കുതിക്കാൻ പോകുന്ന നമ്മുടെ പ്ലാനാണ് റീപർച്ചേസ് പ്ലാൻ. എന്താണ് റീപർച്ചേസ് പ്ലാൻ? നിങ്ങൾക്ക് അറിയാം, നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത മദർ പ്ലാൻ എന്ന് പറയുന്ന ഈ പ്ലാന്റെ പ്രത്യേകത പുതിയ ആളുകൾ കടന്നു വരുമ്പോഴാണ്.
ഇവിടെ റീപർച്ചേസ് പ്ലാന്റെ പ്രത്യേകത, നിലവിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയ ആ വ്യക്തികൾ അവരുടെ വീട്ടാവശ്യത്തിനോ വിൽപ്പനയ്ക്കോ ആയി ഉൽപ്പന്നങ്ങൾ വീണ്ടും വീണ്ടും റീപർച്ചേസ് ചെയ്യുന്നതിനെയാണ് റീപർച്ചേസ് ബോണസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ടീമിൽ ടോട്ടൽ ആളുകൾ റീപർച്ചേസ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ മാച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റീപർച്ചേസ് ഇൻകം കമ്പനി തരും. നമ്മളെല്ലാവരും പേസ്റ്റും സോപ്പും സാധനങ്ങളെല്ലാം പല കടകളിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളാണ്. ഇവിടെ കമ്പനി പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ചേഞ്ച് യുവർ ബ്രാൻഡ്, ചേഞ്ച് യുവർ ഷോപ്പ്. ഈ കാര്യം ചെയ്താൽ മതി. നമ്മൾ ബ്രാൻഡ് ഒന്ന് മാറ്റുക, ഷോപ്പ് ഒന്ന് മാറും. നമ്മുടെ ഈ ബ്രാൻഡിൽ നിന്ന്, നമ്മുടെ ഈ ബയോട്ടോറിൽ നിന്ന് നമ്മൾ ഉൽപ്പന്നം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ചെലവ് തന്നെ വരുമാനമായി മാറുന്ന ഒരു മാർഗമാണ് റീപർച്ചേസ് പ്ലാൻ. ഇവിടെ എല്ലാ വ്യക്തികളും ചെയ്യേണ്ടത് മിനിമം മന്ത്ലി റീപർച്ചേസ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ ഒരു ഡേറ്റ് ഉണ്ടാവും. നമ്മൾ ചെയ്യേണ്ട മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0.25 ആണ്, മിനിമം 1100 രൂപ. അങ്ങനെ 0.25 നിങ്ങളുടെ ജീനസ് സൈഡിലും വിന്നസ് സൈഡിലും ചെയ്താൽ അത് 0.25 മാച്ച് ചെയ്തുകൊണ്ട് 157 രൂപ 50 പൈസ കമ്പനി തരും. ഒരു 0.25 നോക്കൂ. അങ്ങനെ 4 സൈഡിൽ നടന്നാൽ ഒരു PV. അപ്പൊ ഒരു PV ലെഫ്റ്റ് റൈറ്റ്, അതായത് ജീനസ് സൈഡിൽ വിന്നസ് സൈഡിൽ മാച്ച് ചെയ്താൽ 630 രൂപ കിട്ടും. അങ്ങനെ ഒരു കട്ട് ഓഫില്, ഒരു ഡയല്, ഒരു കട്ട് ഓഫിൽ നമുക്ക് മാക്സിമം വാങ്ങാൻ പറ്റുന്ന റീപർച്ചേസ് ഇൻകം എന്ന് പറയുന്നത് 100 PV മാച്ചിങ് ആണ്. 100 PV ജീനസ് സൈഡിലും വിന്നസ് സൈഡിലും മാച്ച് ചെയ്യുന്ന സമയത്ത് 630 × 100 63,000 രൂപ. ഒരു പെർ സൈക്കിൾ, ഒരു ദിവസം 2 സൈക്കിളുകളുണ്ട്, പെർ ഡേ 1,26,000 രൂപ സ്വന്തമാക്കാം. നോക്കൂ, ഈ കമ്പനിയുടെ പ്ലാൻ അടുത്ത ലെവലാണ് പറയുന്നത്. ബൈനറി ഇൻകം നേരത്തെ നമ്മൾ പറഞ്ഞത് വെറും 30,000 രൂപയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ദിവസം 1,26,000 രൂപയിലേക്ക് നമ്മൾ വരികയാണ്. നോക്കൂ, ആ രീതിയിൽ വലിയൊരു മാറ്റമാണ് റീപർച്ചേസ് പ്ലാനിലൂടെ വരാൻ പോകുന്നത്. വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഒരുപാട് കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പ്ലാനാണ് നമ്മുടെ റീപർച്ചേസ് പ്ലാൻ എന്ന് പറയും. ഇനി റീപർച്ചേസ് പ്ലാന്റെ ബ്യൂട്ടി നമുക്കൊന്ന് കാണാം. ഒരു 0.25 ചെയ്താൽ 157.50. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഒരു 12 മണിക്കൂർ ചെയ്താൽ 63,000, ഒരു ദിവസം ചെയ്താൽ 1,26,000. അങ്ങനെ 30 ദിവസം നിങ്ങൾക്ക് ഈ പറയുന്ന റീപർച്ചേസ് ബോണസിലൂടെ മാക്സിമം ഏൺ ചെയ്യാൻ സാധിക്കുന്നത് 37,80,000 രൂപയാണ്. നോക്കൂ, ആലോചിച്ച് നോക്കൂ, 37,80,000 രൂപ ഏൺ 1/2 കോടിയോളം രൂപ ഏൺ ചെയ്യാനുള്ള ഒരു സാധ്യത കമ്പനി നമുക്ക് തരികയാണ് ഒരു മാസം, ബൈനറി റീപർച്ചേസും കൂടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാന്റെ പവർ നമുക്ക് ചെക്ക് ചെയ്യാം. നോക്കൂ, ബൈനറി ഇൻകത്തിലൂടെ 1,07,60,200. റീപർച്ചേസ് പ്ലാൻ മാസം 37,80,000 ആണെങ്കിൽ ഒരു വർഷം 4,59,90,000. അങ്ങനെ ടോട്ടൽ 1 ഇയർ 5.5 കോടി രൂപയോളം സമ്പാദിക്കാൻ കഴിയുന്ന ഇന്ന് ഇന്ത്യയിലുള്ള ഏറ്റവും മികച്ച ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ആണ് ഈ ബയോട്ടോറിയം നമുക്ക് തന്നിട്ടുള്ളത്. ഇതിനെ ഉപയോഗിക്കാൻ കഴിയുന്ന ഏതൊരു വ്യക്തിക്കും 2 വർഷമോ 3 വർഷമോ 4 വർഷം എടുക്കട്ടെ, 5 വർഷം എടുക്കട്ടെ, നിങ്ങൾ കൃത്യമായി സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് ഈ ബയോട്ടോറിയം കമ്പനി ഉൽപ്പന്നങ്ങളും കൃത്യമായി മാർക്കറ്റിംഗ് പ്ലാനും പഠിച്ചുകൊണ്ട് കൃത്യമായ ഒരു ടീം വർക്കിലൂടെ മുന്നോട്ട് പോകാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ പണവുമായി ബന്ധപ്പെട്ട എന്ത് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിച്ചാലും അത് നേടിത്തരാൻ ശേഷിയുള്ള ഒരു പ്ലാൻ ആണ് നമ്മുടേത്. ഈ പ്ലാൻ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ ഗ്രേറ്റ് മോട്ടിവേറ്റർ, നമ്മുടെ മെന്റർ, നമ്മുടെ മനോജ് സാർ ഈ വെറും 10 മാസം കൊണ്ട് 1 കോടിയും കേവലം 3.5 വർഷത്തിനുള്ളിൽ 4 കോടി അടുത്ത് രൂപ സമ്പാദിച്ചു കഴിഞ്ഞു എന്നാണ്. ഇത്തരത്തില് ഏതൊരു വ്യക്തി, ഏതൊരു സാധാരണക്കാരനും അവന്റെ വലിയ സ്വപ്നങ്ങള് സാക്ഷാത്കരിക്കാനുള്ള ഒരു അവസരം ഈ കമ്പനി ഇതിലൂടെ നൽകുന്നു. എന്തായാലും ഇത്രയും നേരം എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ബിസിനസ് അവസരം കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും ജീവിതത്തിലെ അവരുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വലിയൊരു സന്തോഷ വാർത്ത കൂടി നിങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നാളെ കേരള ഈ ബയോട്ടോറിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കേരള ഈ ബയോട്ടോറിയത്തിന്റെ അതിപ്രധാനമായ ഒരു ദിവസമാണ്. കാരണം നമ്മൾ ഹെഡ് ഓഫീസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാറ്. ഇന്ത്യയിലെ ആദ്യമായിട്ട് ഈ ബയോട്ടോറിയം ഏറ്റവും നല്ല രീതിയിൽ ഇന്ന് കേരളം ഏറ്റവും നല്ല രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ കേരളത്തിൽ ഒരു ഓഫീസ് നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. എറണാകുളത്ത്, കൊച്ചിയില്, കടവന്ത്രയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട MD ഓൺലൈനിലൂടെയാണ് രാവിലെ 11 മണിക്ക് അത് ഉദ്ഘാടനം നടത്തപ്പെടുന്നത്. നമ്മുടെ ഗ്രേറ്റ് അപ്ലയൻ, നമ്മുടെ എല്ലാ അപ്ലയൻസും ആ സമയത്ത് ആ പ്രോഗ്രാമിന് സന്നിഹിതരായിരിക്കും. റാഷിദ് സലീം സാർ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ ഗ്രേറ്റ് മെന്റർ ആയിട്ടുള്ള റാഷിദ് സലീം സാറും ആ പ്രോഗ്രാമിൽ ഓൺലൈനിലൂടെ നമ്മളോട് സംസാരിക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ ഓഫീസിൽ നമ്മുടെ കേരള ഈ ബയോട്ടോറിയത്തിന്റെ മുഴുവൻ കോർ ടീം അംഗങ്ങളും ഒത്തുചേരുന്നു.
നമ്മുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാറിന്റെ നേതൃത്വത്തിൽ നാളെ ഔദ്യോഗികമായിട്ട് അവിടെ ഒരു മീറ്റിംഗ് നമ്മൾ സംഘടിപ്പിക്കപ്പെടുകയാണ് ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച്. അപ്പൊ എല്ലാവരെയും ഈ സന്തോഷം നമ്മൾ അറിയിക്കുകയാണ്, എല്ലാവരെയും. കാരണം ഇനി ഈ ബയോട്ടോറിയം അടുത്തൊരു ലെവലിലേക്ക് പോവാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു ഓഫീസ് സംവിധാനം എന്ന് പറയുന്നത് ഇതിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി, നമ്മുടെ പ്രശ്നങ്ങൾ കമ്പനിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇന്ന് എല്ലാവരുടെയും തടസ്സം ഭാഷയാണ്. ഹിന്ദി പലർക്കും അറിയില്ല. ഇനി കേരളത്തിലുള്ള ഓഫീസ് സ്റ്റാഫ് അവിടെ ഉണ്ടാവും. നമ്മളുടെ വിഷയങ്ങൾ ആ ഓഫീസിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അവിടെ ഭാഷ അറിയുന്ന അവർ ഓഫീസുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഞാനടക്കമുള്ള ഇവിടെയുള്ള ഈ ബയോട്ടോറിയത്തിലെ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ലീഡേഴ്സും വളരെ സന്തോഷത്തിലും അഭിമാനത്തിലുമാണ്. കാരണം നമ്മുടെ മനോജ് സാർ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, സെക്കൻഡ് ലെവൽ ബ്ലാസ്റ്റിംഗ്. യഥാർത്ഥത്തിൽ അത് തുടങ്ങാൻ പോകുന്നത് നാളെ മുതലാണ്. കാരണം സ്വന്തമായിട്ടൊരു ഓഫീസ് നമ്മളെ ഭൗതികമായ സാഹചര്യങ്ങൾ കൃത്യമായി ഒത്തുവരുന്നതോടുകൂടി റീപർച്ചേസ് പ്ലാൻ ഈ മാസത്തോടുകൂടി അതിന്റെ അടുത്ത ലെവലിലേക്ക് കടക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ബയോട്ടോറിയത്തിന് ഇന്ത്യയിൽ ജനതയില് വലിയൊരു സ്ഥാനം ഉണ്ടാക്കാൻ കഴിയുന്ന നാളുകളിലേക്കാണ് നമ്മൾ ഓരോരുത്തരും നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം ഈ ബിസിനസ്സിൽ പിടിച്ചു നിന്ന നിങ്ങളുടെ സ്വപ്നങ്ങള് നിങ്ങൾ പൊടി തട്ടി ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം. അടുത്ത 2 വർഷം നമുക്ക് ടാർഗറ്റ് ടൈമാണ്. അടുത്ത 2 വർഷത്തിനുള്ളിൽ ഈ ബിസിനസ് സീരിയസ് ആയി ഏറ്റെടുക്കുന്ന ഏതൊരു വ്യക്തിക്കും അവന്റെ വലിയ സ്വപ്നങ്ങള് വലിയ രീതിയിൽ സാക്ഷാത്കരിക്കാൻ സാധിക്കും. നമ്മളെ തള്ളിപ്പറഞ്ഞ ആളുകള്, മാറ്റി നിർത്തിയ ആളുകള്, നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ ആളുകളുടെ മുമ്പിൽ തികച്ചും ഒരു വിജയിയായിട്ട് നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. അതിന് ഈ ബയോട്ടോറിയത്തിന് അതിനുള്ള ശക്തിയുണ്ട്. ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കമ്പനി, മികച്ച മോണോപോളി പ്രൊഡക്റ്റുകൾ, ഏറ്റവും മികച്ച മാർക്കറ്റിംഗ് പ്ലാൻ, ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളും നിങ്ങളുടെ ദൈവത്തിനെ, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം, ഒരുമിച്ച് വിജയിക്കാം. നാളെ എറണാകുളത്ത് കാണാം എന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവർക്കും വിജയാശംസകൾ തരുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ജയ് ജയ് ഈ ബയോട്ടോറിയം. താങ്ക് യു. താങ്ക് യു സുരേഷ് സാർ. വളരെ മനോഹരമായി കമ്പനിയുടെ പ്ലാനും പ്രൊജക്റ്റും സാറ് അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നമുക്ക് മനസ്സിലായി കമ്പനിയുടെ എല്ലാവിധ നമ്മളിലേക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ മുതലാക്കിക്കൊണ്ട് ലീഡേഴ്സിനോടൊപ്പം നിന്നുകൊണ്ട് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ വരും കാലങ്ങളിൽ അധികം താമസിയാതെ നേടാനാവും എന്നുള്ള കാര്യം ഇന്നത്തെ ഈ മീറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, നമ്മൾ നടത്തുന്ന ഇത്തരം പ്രോഗ്രാമുകളിൽ നമ്മുടെ ടീമിന്റെ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഓരോ ലീഡേഴ്സും ശ്രദ്ധിക്കേണ്ടത്. നോക്കുക, നമ്മളെ സംബന്ധിച്ചുള്ള ഒരുപാട് ആളുകളുണ്ട്, പലരും ഫീൽഡിലായിരിക്കും. എങ്കിൽ പോലും ഇത്തരം ഒരു പ്രോഗ്രാം നടക്കുമ്പോഴും 1 മണിക്കൂർ സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ എല്ലാവരും തയ്യാറായിട്ടുണ്ടെങ്കിൽ നമ്മൾ നോളജബിൾ ആയിരിക്കും. നമ്മുടെ നോളജ് മറ്റുള്ളവരിലേക്ക് പകരുമ്പോഴാണ് അവിടെ സെയിൽ നടക്കുന്നത്, അവിടെ നമ്മുടെ കൂടെ ബിസിനസ്സുകാര് നമ്മളോട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിവ് സമ്പാദിക്കാൻ അവസരമായിട്ടും ഇത്തരം മീറ്റിങ്ങുകൾ, അതുപോലെ തന്നെ BOP-കൾ, ട്രെയിനിങ് ക്യാമ്പുകളെല്ലാം യൂസ് ചെയ്യണം എന്നുള്ള കാര്യം എൻ്റെ പ്രിയപ്പെട്ട ലീഡേഴ്സിനെ ഒരിക്കൽ കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്തരം മഹത്തായ ഒരു ക്ലാസ് നമുക്കെടുത്ത സുരേഷ് സാറിന് എല്ലാവരും ഒരു ഡിജിറ്റൽ ക്ലാപ്പ് കൊടുത്തിട്ട് അദ്ദേഹത്തിനെ ഒന്ന് ബഹുമാനിക്കുക. കാരണം നമുക്ക് കിട്ടേണ്ടത് അറിവുകളാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ഒരേ ഫ്ലോയിൽ ഒരല്പം പോലും ഒരു വാക്ക് പോലും റിപ്പീറ്റ് ചെയ്ത് അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അത് അദ്ദേഹത്തിന്റെ കഴിവാണ്, കാലങ്ങളിലൂടെ ആർജിച്ചെടുത്ത ഒരു പഠന ശൈലിയാണ്. ഇതുപോലെ നമുക്കും സംസാരിക്കാനാവണമെങ്കിലും നമ്മളെ കിട്ടുന്ന അവസരങ്ങൾ സംസാരിക്കണമെങ്കിൽ നമുക്ക് അറിവ് വേണം. അറിവ് കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം ഇതുപോലത്തെ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. പ്രിയ സുഹൃത്തുക്കളെ, അപ്പൊ നാളെ 11 മണിക്ക് നമുക്ക് ഡിജിറ്റൽ ഓപ്പണിങ്ങിന് ലിങ്ക് തീർച്ചയായിട്ടും കമ്പനി നമ്മുടെ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ആ ഒരു സമയം മറ്റു തിരക്കുകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് 11 മണിക്ക് നേരിട്ട് എത്തുക എന്ന് പറഞ്ഞാൽ എല്ലാവരും അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഫുള്ള് ബ്ലോക്ക് മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ കോർ ടീം ലീഡേഴ്സ് എല്ലാവരും അവിടെ ഉണ്ടാവും. അപ്പൊ കൂടാതെ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ഡിജിറ്റലായിട്ട് ആ സമയത്ത് പങ്കെടുത്ത് നമ്മുടെ സ്വപ്നമായ ഒരു ഓഫീസിന്റെ ഉദ്ഘാടനത്തിൽ എല്ലാവരും പങ്കെടുക്കണം എന്ന് ഒരിക്കൽ കൂടെ ഞാൻ ഓർമ്മിപ്പിക്കേണ്ട സ്നേഹപൂർവ്വം. ആരും വിസ്മരിക്കരുത്. ഇനി അടുത്തായിട്ട് നമ്മുടെ കടന്നു വരുന്നത് ഈ ബയോട്ടോറിയം കമ്പനിയുടെ കേരളത്തിന്റെ മണ്ണിൽ വേരോടിച്ചുകൊണ്ടിരിക്കുന്ന ധീരനായ നേതാവ്, സമാനതകളില്ലാതെ പകരം വെക്കാനില്ലാത്ത നമ്മുടെ മനോജ് സാറാണ്, തൃപ്പൂണിത്തറ. അദ്ദേഹം 4 കോടി രൂപയോളം ഓൾറെഡി ഏൺ ചെയ്തു കഴിഞ്ഞു. എങ്കിലും അതിൻ്റെതായ യാതൊരു ജാടകളും ഇല്ലാതെ ഒരു സാധാരണ മനുഷ്യനെ പോലെ ട്രെയിനിലും ബസ്സിലും ഒക്കെ ആയിട്ട് സഞ്ചരിച്ചു. നമ്മളെ ഏത് മീറ്റിങ്ങിൽ കണ്ടാലും നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഗ്രേറ്റ് ലീഡർ എന്നുള്ള യാതൊരു ഭാവഭേദവും ഇല്ലാതെ നമുക്ക് വേണ്ട ഉപദേശങ്ങളും ധൈര്യവും പകർന്നു നൽകിക്കൊണ്ട്
നമ്മുടെ ആശയങ്ങൾ കൃത്യമായിട്ട് കമ്പനിയിലേക്ക് വേണ്ട സമയത്ത് എത്തിച്ച് നമ്മളെ എല്ലാ വിധത്തിലും വളർത്താൻ വേണ്ടി സഹായിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ മനോജ് സാറാണ്. മനോജ് സാറിന്റെ ഈ വാക്കുകൾ വെറും വാക്കുകളല്ല. 4 കോടി രൂപ ഈ ഒരു ബിസിനസ്സിലൂടെ മാത്രം, 4 കോടിയോളം രൂപ ഈ ബിസിനസ്സിലൂടെ മാത്രം നേടിയ വ്യക്തിയാണ്. വെറും 10 മാസം കൊണ്ട് 1 കോടി രൂപ നേടിയ വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ജീവിതാനുഭവങ്ങൾ വളരെ കഷ്ടതയിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പോലും അവിടെ പകച്ചു നിൽക്കാതെ ഇവിടെ ഒരു സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരാശയം നമ്മളിലേക്ക് പങ്കുവെച്ചപ്പോഴാണ് നമ്മളെല്ലാം ഇതിന്റെ ഭാഗവാക്കുകളായി മാറിയത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് നമുക്കും കോടീശ്വരന്മാരായി മാറാനുള്ള അവസരമാണ് ഇത് നമുക്ക് സുരേഷ് സാർ ഇവിടെ അവതരിപ്പിച്ചെന്ന്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാതെ ഈ കേട്ടതെല്ലാം നമ്മുടെ ഫീൽഡില് പ്രാബല്യത്തിലാക്കി നമ്മുടെ അസോസിയേഷനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ലീഡേഴ്സിന്റെ അഡ്വൈസും അവരുടെ ലീഡർഷിപ്പും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമ്മളുള്ള ഈഗോയും ലീഡേഴ്സിനെ അംഗീകരിക്കാതിരിക്കാനുള്ള മനസ്സോ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അസോസിയേറ്റ്സിനെ അംഗീകരിക്കാതിരിക്കും ഇത്തരം പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒന്നു ചേർന്ന് ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ മനോജ് സാർ തൃപ്പൂണിത്തറ ഈ ഒരു കൺക്ലൂഷൻ സെഷനിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മുടെ ചെവിയിൽ ഇപ്പോൾ മുഴങ്ങുമ്പോഴും നാളെ 11 മണി വരെ നമ്മൾ അതുണ്ടാവണം, ആ ഊർജം ഉണ്ടാവണം. അത് കഴിഞ്ഞ് നഷ്ടപ്പെടുത്തണമെന്നല്ല, വീണ്ടും നമ്മളെ നയിക്കാൻ അദ്ദേഹം എന്തായാലും നല്ലൊരു പോയിന്റ് പറയാതിരിക്കില്ല. ഇത് വെറും വാക്കല്ല, പ്രവർത്തിച്ച് കാണിച്ച ഒരു വ്യക്തിയുടെ വാക്കുകളാണ് നമ്മളേക്ക് കടന്നു വരാൻ പോകുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് കാത്തിരിക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായിട്ട്. സ്നേഹാദരപൂർവ്വം ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ കേരളത്തിലെ ഒട്ടാകെ വർക്ക് ചെയ്യുന്ന ഈ ബയോട്ടോറിയം പ്രസ്ഥാനത്തിന്റെ ഭാഗവാക്കുകളായ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും വേണ്ടി അതോടൊപ്പം ആദ്യമായിട്ട് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്ന വ്യക്തികളെയും എല്ലാവർക്കും വേണ്ടി ഏറെ ബഹുമാനത്തോടെ നമ്മുടെ പ്രിയങ്കരനായ മനോജ് സാർ ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. വെൽക്കം സാർ, പ്ലീസ്. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷായ് സാർ. ഗുഡ് ഈവനിങ് ലീഡേഴ്സ്. വളരെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ്. എല്ലാ സൺഡേയ്സും പോലെ തന്നെ ഇന്നത്തെ ഞായറാഴ്ചയും നമ്മുടെ പ്രോഗ്രാം കേൾക്കുന്നില്ലേ സാറേ? ക്ലിയർ അല്ലേ? അതിഗംഭീരമായിട്ട് നമ്മുടെ ഇന്നത്തെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഗ്രേറ്റ് ലീഡർ ട്രെയിനർ സുരേഷ് സാർ വളരെ ശക്തമായിട്ട് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ ആവേശത്തിൽ ഒരേ ഫ്ലോയിൽ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഈ ഇൻഡസ്ട്രിയുടെ സാധ്യതയെക്കുറിച്ച്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ സാധ്യതയെക്കുറിച്ച്, അതുപോലെ തന്നെ അതിൽ നമ്മുടെ ബയോട്ടോറിയത്തിന്റെ സാധ്യതയെക്കുറിച്ച്, അതിൽ നമ്മുടെ മോണോപ്പൊളി പ്രൊഡക്റ്റായ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങളെക്കുറിച്ച്, അതോടൊപ്പം തന്നെ വെൽനസ് പ്രൊഡക്റ്റുകളെ കുറിച്ച് എല്ലാം വളരെ അതിഗംഭീരമായിട്ട് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചു. എന്തുകൊണ്ടും ഇന്ന് ഡയറക്ട് സെല്ലിങ്ങിന്റെ കാലഘട്ടം, അടുത്ത 25 വർഷം ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ സുവർണ കാലഘട്ടമാണ്. ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റ് പഠന റിപ്പോർട്ടുകൾ പറയുന്ന കാര്യങ്ങളാണ്. ഇന്ത്യയിൽ ഗവൺമെന്റ് നിയമം മൂലം ഡയറക്ട് സെല്ലിങ്ങിനെ പരിരക്ഷിക്കുകയും സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നിയമം കൊണ്ടുവരികയും ഇതൊരു ലീഗൽ ഇൻഡസ്ട്രി ആയിട്ട് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ബയോട്ടോറിയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. കേവലം 5 വർഷം പ്രായമുള്ള ഈ കമ്പനി ഇന്ന് ഡയറക്ട് സെല്ലിങ്ങിൽ ഇന്ത്യയിലെ 13ാം സ്ഥാനത്തേക്ക് എത്തപ്പെടാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. ഡയറക്ട് സെല്ലിങ്ങിന്റെ ആയി ബന്ധപ്പെട്ട മാഗസിൻ നമ്മൾ എടുത്തു നോക്കിയാൽ അതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും 13ാമത്തെ നമ്പറിലേക്ക് കേവലം 5 വർഷം കൊണ്ട് കുതിച്ചു വരാൻ വേണ്ടി സാധിച്ച ഒരു പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം എന്ന് പറഞ്ഞ കമ്പനി. കാരണം എല്ലാം തന്നെ ഇതിന്റെ വൈവിധ്യം കൊണ്ടാണ് അത്രയും ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ട് നമുക്ക് മറ്റുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ പോലും ഞെട്ടിച്ചുകൊണ്ട് അത്ഭുതപൂർവമായ ഒരു വളർച്ചയിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചത്. ഒന്നാമത് നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മുടെ മിറാക്കിൾ പ്രൊഡക്റ്റ് തന്നെയാണ്, ആ പ്രൊഡക്റ്റിന്റെ റിസൾട്ടുകൾ തന്നെയാണ്. ഞാനും ഇത് ഏറ്റെടുക്കുമ്പോൾ എന്റെ പൊന്നു സുഹൃത്തുക്കളെ അന്ന് പ്രൊഡക്റ്റുകളൊന്നും ഇവിടെ കിട്ടാനുണ്ടായിരുന്നില്ല. 10-15 ദിവസം കഴിഞ്ഞ് ബുക്ക് ചെയ്തിട്ടാണ്, ഓർഡർ കൊടുത്തിട്ടാണ് ബോംബെയിൽ നിന്ന് ഇവിടത്തേക്ക് പ്രൊഡക്റ്റ് എത്തിയിരുന്നത്. അന്ന് ഇവിടെ റിസൾട്ട് കിട്ടിയ ആളുകൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് നിങ്ങൾ പലരും ചെന്ന് ചോദിക്കുമ്പോൾ റിസൾട്ട് കിട്ടിയ ആളുകളുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ? ഇന്ന് 100 റിസൾട്ടുകൾ നമുക്ക് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പരിസര പ്രദേശങ്ങളിലും ഗ്രാമാന്തരങ്ങളിലും നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളത് തന്നെ ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഗ്രോ ചെയ്യിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. പുതിയ ഒരു സയൻസ് ഒന്നും അല്ല ഇത് മാഗ്നറ്റിസം എന്ന് പറയുന്നത്. ഇതൊരു ചരിത്രാതീത കാലം മുതലുള്ള ഒരു സയൻസ് ആണ് ബയോമാഗ്നറ്റിസം എന്ന് പറയുന്നത്. പ്രകൃതി ശാസ്ത്രം തന്നെയാണ്. ആ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മോഡേൺ മെഡിസിന് പോലും ഇല്ലേ ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത രീതിയിൽ ക്രിയാറ്റിൻ ലെവൽ ഇപ്പൊ സുരേഷ് സാറിന് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് അവിടെ കിട്ടിയ റിസൾട്ട് ക്രിയാറ്റിൻ ലെവലിലേക്ക് കുറക്കാൻ വേണ്ടി യാതൊരു സംവിധാനവും ഇല്ല.
ക്രിയാറ്റിൻ ലെവൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇതിനകത്തേക്ക് പോകുന്ന സംവിധാനമാണ്, ഡയാലിസിസിലേക്ക് പോകുന്ന സംവിധാനമാണ്. എന്നാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ക്രിയാറ്റിൻ ലെവൽ സാധാരണ നോർമൽ സ്റ്റേജിലേക്ക് ക്രമേണ വരുന്നു. 6.7 ഇപ്പൊ 3 സംതിങ് ആയി എന്നാണ് സുരേഷ് സാർ ഇന്ന് ആലത്തൂർ കിട്ടിയ റിസൾട്ടാണ്. അങ്ങനെ അത്ഭുതകരമായ റിസൾട്ട്. ദൈവത്തിന്റെ കയ്യൊപ്പല്ല, സാക്ഷാൽ ദൈവം തന്നെ ഇറങ്ങി വന്ന് നമ്മളെ ആരോഗ്യത്തെ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള വിപ്ലവകരമായ മാറ്റമുണ്ടാക്കുന്ന രീതിയിൽ ഏതൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ പോലും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള മിറാക്കിൾ റിസൾട്ട് നൽകുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ മോണോപ്പൊളി പ്രൊഡക്റ്റിന് സാധിച്ചത് കൊണ്ട് തന്നെ ജനഹൃദയങ്ങളിൽ ബയോട്ടോറിയം കയറി കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാര് വിചാരിച്ചാലും ജനഹൃദയങ്ങളിൽ നിന്ന് ബയോട്ടോറിയത്തെ അടർത്തി കളയാൻ വേണ്ടി സാധിക്കില്ല പൊന്നു സുഹൃത്തുക്കളെ. എത്രയെത്ര റിസൾട്ടുകൾ ഇല്ലേ, എത്രയെത്ര റിസൾട്ടുകൾ നമുക്ക് കിട്ടിയിരിക്കുന്നു. അങ്ങനെ ആ റിസൾട്ടുകൾ നമുക്ക് ആവേശമായി മാറിയപ്പോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഇത് ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഹ്യൂജ് ഇൻകം നമുക്ക് കിട്ടുന്ന ഒരു സംവിധാനം ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോറി സുജി, എന്നോട് ഒരു കോൾ വന്നതാണ്, സോറി. അപ്പൊ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഒരു ഹ്യൂജ് ഇൻകത്തിലേക്ക് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് എത്താൻ വേണ്ടി സാധിക്കുന്നു. അപ്പൊ ഇതിന്റെ പ്ലാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് നല്ലൊരു ഹ്യൂജ് ഇൻകം കിട്ടുമെന്ന്. അന്ന് മുതൽ ഇന്ന് വരെയും അല്ലേ, രാവിനെ പകലാക്കിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്തപ്പോ കേരളക്കരയിൽ ആകെ ഓടിയപ്പോ 10 മാസം കൊണ്ട് ഒരു 1 CR അച്ചീവർ ആയിട്ട് മാറാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അവിടുന്ന് അങ്ങോട്ടുള്ള ആവേശമാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ആ ആവേശത്തോടെ നിങ്ങൾ ഇത് ഏറ്റെടുക്കുകയാണെങ്കിൽ ഇത് മറ്റുള്ളവരിലൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് അവരുടെ ഇല്ലേ നമുക്ക് കിട്ടുന്ന പണം എന്ന് പറയുന്നത് ബ്ലെസ്സിങ്സിന്റെ പണമാണ്. ഹലോ, സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ഇടയ്ക്കിടെ കുറെ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാണ്, ഞാനത് മറ്റേ സിസ്റ്റത്തിൽ ഇടാത്തതുകൊണ്ടാണ്, സോറി. അപ്പോ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ഇത് ആത്മാർത്ഥം ഏറ്റെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പണം എന്ന് പറയുന്നത് ബ്ലെസ്സിങ്സിന്റെ പണമാണ്, അനുഗ്രഹത്തിന്റെ പണമാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ആരെടുത്തും ചങ്കൂറ്റത്തോട് കൂടിയിട്ട് ആരെടുത്ത് നമുക്ക് അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതിന്റെ ഈ ഓപ്പർച്യൂണിറ്റി കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു ആരോഗ്യ കേരളത്തോടൊപ്പം നല്ലൊരു സാമ്പത്തിക കേരളത്തെയും നമുക്ക് സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. ഇത് ലീഗലാണ് നമ്മൾക്ക് ഇവിടെ ചെയ്യുന്ന ഓരോ ബിസിനസ്സും. സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് വിജയിക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത്. സ്റ്റിക്ക് ഓൺ ചെയ്ത് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കണം. നിങ്ങളൊരു ലക്ഷ്യമിട്ടാൽ ലക്ഷ്യം നേടുന്നത് ഒരു ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാനുള്ള ചങ്കൂറ്റം, തന്റെ ഇടം, മനസ്ഥിതി നിങ്ങൾക്ക് ഉണ്ടാകണം. വിജയം നിങ്ങളുടെ കൂടെ പറന്നെത്തും എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് ആടിക്കളിക്കരുത്, ചാടിക്കളിക്കരുത്. എനിക്ക് വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള ഇത്രയേ ഉള്ളൂ, സ്റ്റിക്ക് ഓൺ ചെയ്യണം. പലരും വരും, പലരും പോകും, അതൊന്നും നമ്മുടെ വിഷയമേ അല്ല. നിങ്ങൾ ഇത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചിട്ട് നിങ്ങൾ ഹൃദയം കൊണ്ടാണ് ഇത് ഏറ്റെടുത്തതെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തയ്യാറാകുക എന്നാണ് വിജയിക്കാനുള്ള ആദ്യത്തെ മന്ത്രം എന്ന് പറയുന്നത്. പലരും വരും, പലരും പോകും. നിങ്ങളെ കൊണ്ടുവന്നവരും പോകും. നിങ്ങൾ പ്രതീക്ഷയോടെ കൊണ്ടുവന്നവരും ചിലപ്പോൾ നാളെ തള്ളിക്കളഞ്ഞിരിക്കും. പക്ഷെ നിങ്ങൾക്കൊരു നിലപാടുണ്ടാകണം, നിങ്ങൾക്കൊരു ഉറച്ച നിലപാടുണ്ടാകണം, ഒരു തന്റെ ഇടം ഉണ്ടാകണം, അല്പവിശ്വാസം ഉണ്ടാകണം, ഒരു കോൺഫിഡൻസ് ഉണ്ടാകണം. ആ കോൺഫിഡൻസോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രകൃതി ശക്തി പോലും വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതിന് കമ്പനി ഉണ്ടാവും, ടീം ഉണ്ടാവും, ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ലീഡേഴ്സ് ഉണ്ടാകുന്ന ഉറപ്പ് നൽകാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. കാരണം അതിശക്തമായിട്ട് ബയോട്ടോറിയം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജൂലൈ 1 മുതൽ ബയോട്ടോറിയത്തിന്റെ വേറെ ലെവലിലുള്ള ബ്ലാസ്റ്റിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം റീപർച്ചേസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. റീപർച്ചേസ് ചെയ്യുന്നതോടൊപ്പം നമുക്ക് ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാനുള്ള സൗജന്യമായ വിനോദ യാത്രകൾ കമ്പനി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് തായ്ലൻഡ് ട്രിപ്പ്, അതുപോലെ തന്നെ ദുബായ് ട്രിപ്പ്, യൂറോപ്യൻ ട്രിപ്പുകൾ, വിദേശ ട്രിപ്പുകളെല്ലാം സൗജന്യമായിട്ട് തരുന്ന ഒരേ ഒരു കമ്പനി ലോകത്തുണ്ടെങ്കിൽ അത് ബയോട്ടോറിയമാണ്. എല്ലാത്തിനും അടിസ്ഥാനത്തിൽ നമുക്കറിയാം ഇല്ലേ. ഡയറക്ട് സെല്ലിംഗിൽ തന്നെ ഒരു ലോകത്ത് ഒരു കമ്പനിക്കും കിട്ടാത്ത വേൾഡ് ഗിന്നസ് ബുക്ക് അവാർഡ് അല്ലെ, ഗിന്നസ് ബുക്കിലേക്ക് തങ്കലിപികളാൽ രേഖപ്പെടുത്തിയ ഒരു കമ്പനി ഡയറക്ട് സെല്ലിംഗിൽ ഉണ്ടെങ്കിൽ നമുക്ക് അഭിമാനിക്കാം. അതിന്റെ പേരാണ് നമ്മൾ ചെയ്യുന്ന ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനി. വേറൊരു കമ്പനിക്കും ഈ അവാർഡ് ഇന്ന് വരെയും കിട്ടിയിട്ടില്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് സ്റ്റിക്ക് ഓൺ ചെയ്യണം. ഏതൊരു സാധാരണക്കാരൻ രക്ഷപ്പെടാൻ വേറെ എന്ത് മാർഗമുണ്ട് ഇവിടെ? ആലോചിച്ചു നോക്കണം നിങ്ങൾ ഇല്ലേ, ആലോചിച്ചു നോക്കണം. നമ്മുടെ ഒറ്റ കഴിവല്ല ഇവിടെ, നമ്മുടെ ടീമിന്റെ കഴിവാണ്. അതാണ് ഇവിടെ ഏറ്റവും പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു കഴിവും വേണ്ട, നിങ്ങൾക്ക് വിജയിക്കണം എന്നുള്ള ഒറ്റൊരാഗ്രഹം മാത്രം ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് ഞാൻ വിജയിച്ച് അടങ്ങുന്നുള്ളൊരു വാശിയും ഒരു ആവേശവും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. കാരണം ഇത് ടീം ബിസിനസ് ആണ്. നമ്മളെക്കാൾ കഴിവുള്ള ആളുകൾ നമ്മുടെ കൂടെ വന്നു ചേരും. അത് ഈ പ്രകൃതിയുടെ നിയമമാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ അത് പ്രകൃതി ശക്തി നേടിത്തരും.
24 hours നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ബ്രെയിനിൽ അതിനെ നിങ്ങൾ ആവാഹിച്ചു കൊണ്ടിരുന്നാൽ ഈ പ്രകൃതി ശക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്റെ പൊന്നു സുഹൃത്തുക്കളെ. വെള്ളം ചേർക്കാതെ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ലഭിച്ചതായിട്ടുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് തന്റെ ഇടത്തോടു കൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം. വേറെ എന്ത് അവസരമുണ്ട് ഇവിടെ സാധാരണക്കാരന് വിജയിക്കാൻ വേണ്ടിയിട്ട്? ഒരവസരവുമില്ല. ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ചെറിയൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങൾ കാണാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് നേടിത്തരാൻ വേണ്ടി പോകുന്ന ലീഗൽ ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ്. അതിലെ നമ്പർ 1 കമ്പനിയാണ് ബയട്ടോറിയം. ഇന്ന് ഇന്ത്യയിൽ ആകമാനം വളരെ ശക്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ തുടക്കത്തിൽ വന്നതുപോലെ ഇപ്പൊ കേരളത്തിൽ നമുക്കറിയാം, ആദ്യമായിട്ട് കമ്പനി ഒരു സ്റ്റേറ്റിൽ ഒരു ഓഫീസ് അനുവദിച്ചിരിക്കുകയാണ്. കുറച്ച് മാസമായി അതിന്റെ ചർച്ചകൾ നടക്കുന്നത്. എറണാകുളത്ത് ഓഫീസൊക്കെ എടുത്തു, അതിന്റെ ഇന്റീരിയർ വർക്കുകളൊക്കെ കഴിഞ്ഞു. നാളെയാണ് ബയട്ടോറിയം. കേരള ബയട്ടോറിയം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദ നിമിഷങ്ങളാണ്. ഇന്ന് ഉറക്കമില്ല എല്ലാവർക്കും, മനസ്സിലായ? പലരും പറഞ്ഞു ഇതൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് പറഞ്ഞു. എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അത് നടക്കൂല, ഇത് നടക്കൂല, ഒന്നും നടക്കൂല എന്ന് പറയുന്ന ആളുകളാണ് കൂടുതൽ. പക്ഷേ സാഗർ സാറ് പറഞ്ഞു അത് നടത്തുമെന്ന് പറഞ്ഞു. പൊന്നു സുഹൃത്തുക്കളെ, നാളെ 11 മണിക്ക് ശേഷം നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ സാഗർ ജോഷി സാർ ഓൺലൈനിലൂടെ ആ ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് എല്ലാവരും നാളെ 11:30 ലിങ്ക് അല്പസമയത്തിനുള്ള ഗ്രൂപ്പിലേക്ക് വരും. നമ്മുടെ മോർണിംഗ് മീറ്റിന്റെ ലിങ്ക് തന്നെയാണത്. ഇനി ലിങ്ക് കിട്ടിയില്ലെങ്കിൽ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. 6 AM ക്ലബിന്റെ ലിങ്ക് തന്നെയാണത്. 500 പേർക്കുള്ള ഓപ്ഷൻ മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. 11 മണിക്ക് ലിങ്ക് ഓപ്പൺ ആവും. 11:30 ശേഷം സാഗർ ജോഷി സാർ ഓൺലൈനിലൂടെ നമ്മുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അത് കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ക്യൂറീസ് ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് എന്ത് പ്രയാസങ്ങളുണ്ട്, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എറണാകുളത്തെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. ഓഫീസുമായിട്ട് നിങ്ങൾക്ക് ഹിന്ദി അറിയാത്ത ആളുകൾക്കൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വളരെ എളുപ്പമാകും. അതോടൊപ്പം നിങ്ങൾക്ക് എറണാകുളത്തെ ഒരു ടീം ഡെവലപ്പ് ചെയ്യണം. ഇപ്പൊ കോഴിക്കോട്, കണ്ണൂരുള്ള പ്രഭാകരൻ സാറിന് എറണാകുളത്തെ ഒരു ടീം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഓഫീസിലേക്ക് വരാം, നിങ്ങൾ ഗസ്റ്റുകളെ ഓഫീസിലേക്ക് വിളിക്കാം. അവിടെ അവർക്ക് ഇരുന്ന് പ്ലാൻ കൊടുക്കാനുള്ള അവസരം അവിടെ ഉണ്ടാവും. വേറെ മുറി എടുക്കാനോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ പോയി ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ആളുകളെ അവിടെ കൊണ്ടുവരാം. അതോടൊപ്പം ഓരോ ടീമിന്റെയും നേരത്തെ അറിയിച്ചാൽ അവർക്ക് ടീം മീറ്റിംഗ് നടത്താനുള്ള സൗകര്യമുണ്ട്. അവിടെ 10-40ഓളം പേർക്ക് പ്രോഗ്രാം ഡെയിലി നടത്താൻ പറ്റുന്ന സംവിധാനം അവിടെ ഉണ്ടാവും. ഓരോ ലീഡേഴ്സ് നേരത്തെ ബുക്ക് ചെയ്യണമെന്ന് മാത്രം. ഇപ്പൊ ആലപ്പുഴയുള്ള ഒരു ലീഡർ 25 ടീം മെമ്പേഴ്സുമായിട്ട് അവിടെ വരികയാണെങ്കിൽ അവർക്കൊരു വർക്ക്ഷോപ്പ് നടത്തണം, അല്ലെങ്കിൽ വേറെ ടീം മീറ്റിംഗ് നടത്തണം, ലീഡേഴ്സ് മീറ്റിംഗ് നടത്തണം. അതിനെല്ലാം സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ടാവും. അതെല്ലാം നേരത്തെ ബുക്ക് ചെയ്ത് പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് അത് അനുവദിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ടീം ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഓഫീസിൽ സംജാതമാകും. ഒരു സംശയവും വേണ്ട. ബയട്ടോറിയം വേറെ ലെവലിലേക്ക് മാറാൻ വേണ്ടി പോവുകയാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. നാളെ മുതൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോളൂ. ബയട്ടോറിയത്തെ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്തവർ ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല. അവരെല്ലാം വിജയത്തിന്റെ ഉന്നത ശൃംഖങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായ ശ്രമം കമ്പനിയുടെ ഭാഗത്തുനിന്നും, പ്രത്യേകിച്ച് എന്റെ ഭാഗത്തുനിന്ന്, നമ്മുടെ ടീം ലീഡേഴ്സിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ഉറപ്പ് നൽകാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. വേറെ ലെവലിലേക്കുള്ള ഒരു ബ്ലാസ്റ്റിംഗ് ആണ് ആരംഭിച്ചിരിക്കുന്നത്. റീപർച്ചേസിൽ നിരവധി പ്രൊഡക്റ്റുകൾ ഇവിടെ സുരേഷ് സാർ വളരെ വ്യക്തമായി സൂചിപ്പിച്ചു. റീപർച്ചേസിൽ നമ്മുടെ ഗ്രോസറി ഐറ്റംസ്, വീട്ടിലേക്ക് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ കിറ്റുകൾ വരാൻ വേണ്ടി പോവുകയാണ്. 3000, 6000, 9000, 12000 എന്നുള്ള ലെവലിൽ മുളക് പൊടി, മല്ലിപ്പൊടി മുതൽ പയറ്, പരിപ്പ് വർഗ്ഗങ്ങൾ മുതൽ എല്ലാ ഐറ്റംസും ഉൾപ്പെടുന്ന കിറ്റുകളുടെ റീപർച്ചേസിലൂടെ വരികയാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ഐറ്റംസ് വരാൻ വേണ്ടി പോവാണ്. ജീൻസ്, പാൻസ്, ഷർട്ട്, അതുപോലെ റെഡിമെയ്ഡ് ഐറ്റംസ്, ബെഡ്ഷീറ്റുകൾ, ഇങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ, FMCG പ്രൊഡക്റ്റുകൾ, സോപ്പ്, പേസ്റ്റ്, ഷാമ്പു, ഇതെല്ലാം റീപർച്ചേസിലൂടെ വരുമ്പോൾ ഒരു ഹ്യൂജ് ഇൻകത്തിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലേക്ക് വലിയ മാറ്റം കമ്പനിയുടെ റീപർച്ചേസിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഏകദേശം ഒരു മാസം 38 ലക്ഷം രൂപ റീപർച്ചേസിലൂടെ നേടാനുള്ള സുവർണ അവസരമാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് തന്നിരിക്കുന്നത്. ഒരു കമ്പനിക്കും ഇല്ലാത്ത രീതിയിൽ റീപർച്ചേസിലൂടെ ക്യാരി ഫോർവേഡ് കൊടുക്കുന്ന ഒരേ ഒരു കമ്പനിയുടെ പേരാണ് ഈ ബയട്ടോറിയം എന്ന് പറയുന്ന കമ്പനി. അഭിമാനിക്കാം എന്റെ പൊന്നു സുഹൃത്തുക്കളെ. നമുക്ക് അത്രയും സ്ട്രോങ് ആയ, നിങ്ങൾ എത്ര വലിയ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രോങ് പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ ആലോചിക്കണം. കൊണ്ട് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്ത്, നെഞ്ചിലേറ്റെടുത്തിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വിജയം നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് നമുക്കൊരു ഒരു മൈൻഡ് സെറ്റ്, നമ്മുടെ മൈൻഡ് സെറ്റാണ് നമ്മളെ വിജയിപ്പിക്കുന്നത്. എനിക്ക് ഞാൻ നേടിയെടുക്കും എന്നുള്ളൊരു ആവേശത്തോടു കൂടിയിട്ട് നിങ്ങളുടെ ടീമിലേക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ യു ആർ ദ അച്ചീവേഴ്സ്, ഒരു സംശയം വേണ്ട. സ്ട്രോങ് ആയ ഒരു കമ്പനിയാണ്, ശരിയായ ഒരു പാതയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വലിയ ഒരു അച്ചീവേഴ്സിനെ നമുക്ക് വരുന്ന വർഷങ്ങളിലൂടെ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. ഒരു കാര്യം കൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു. ഡിസംബർ ലാസ്റ്റോട് കൂടിയിട്ട് ഏകദേശം ഒരു 3000 പേര് പങ്കെടുക്കുന്ന ഒരു കേരള ബയട്ടോറിയം ഫാമിലി മീറ്റ് നമ്മൾ സംഘടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ ചർച്ചകൾ നാളെ കോർ ലീഡേഴ്സ് മീറ്റിംഗിൽ ഉണ്ടാവും. ഡിസംബർ ലാസ്റ്റോട് കൂടിയിട്ട് സാഗർ സാർ ഫാമിലി ആയിട്ട് ഇവിടത്തേക്ക് വരും. സാഗർ സാറിന്റെ മകൻ അഥർവു
ഇല്ലേ? വളരെ ശക്തമായിട്ട് ഇപ്പൊ ഈ കമ്പനിയെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. അദ്ദേഹം ഓഫീസിൽ പോയ അദ്ദേഹം ചെറിയ കുട്ടിയാണ്, ഏകദേശം 18-20 വയസ്സിൽ താഴെയുള്ളൂ, 18 വയസ്സ് 19 വയസ്സേ ആയിട്ടുള്ളൂ. വളരെ ടെക്നിക്കലി ഭയങ്കര ബ്രില്യന്റ് ആണ്. അതർവും മിക്കവാറും നാളത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കും. ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്, മിക്കവാറും പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഫാമിലി ആയിട്ട് വരുന്ന ഒരു കേരളത്തിന്റെ ഒരു ഫാമിലി മീറ്റ് നമ്മൾ ഡിസംബർ ലാസ്റ്റിൽ സംഘടിപ്പിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള പ്രൊമോഷൻസ് എല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും പരമാവധി ടീം മെമ്പേഴ്സിനെ ആ പ്രോഗ്രാമിലേക്ക് എത്തിക്കുക. അതിന്റെ പ്രൊമോഷൻസ് ആയിരിക്കും നമ്മൾ നാളെ മുതൽ പ്ലാൻ ചെയ്യുന്നത്. വലിയൊരു തരംഗം, ബയോട്ടോറിയത്തിന്റെ ഒരു മഹാവസന്തം കേരളത്തിൽ പൂത്തുലയാൻ വേണ്ടി പോകുന്നു എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് നിങ്ങളുടെ പ്രതീക്ഷകൾ പൂത്തുലയട്ടെ, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നാളത്തെ 11:30 മണിക്ക് നടക്കുന്ന നമ്മുടെ ഇനാഗുറേഷൻ പ്രോഗ്രാമിൽ എല്ലാവരും നിങ്ങൾ നിങ്ങളുടെ ടീമിനെ മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിക്കണം. 11 മണിക്ക് ലിങ്ക് ഓപ്പൺ ആകുമ്പോൾ എല്ലാവരും ആ സൂമിൽ കൃത്യസമയത്ത് അറ്റൻഡ് ചെയ്യണം. ഇവിടെ എത്താൻ പറ്റുന്ന കോർ ലീഡേഴ്സും മറ്റ് പ്രദേശത്തുള്ള ലീഡേഴ്സ് എല്ലാം തന്നെ ആ ഹാളിലേക്ക്, ഓഫീസിലേക്ക് എത്തിച്ചേരണമെന്ന് ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെ വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ശുഭരാത്രി നേർന്നുകൊണ്ട് നാളെ രാവിലെ നമ്മുടെ 6 AM ക്ലബിൽ ഡോക്ടർ സുമേഷ് സാറാണ് സംസാരിക്കുന്നത്. നിരവധി ഡോക്ടേഴ്സ് നമ്മുടെ ഈ രംഗത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. തലശ്ശേരിയിലാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മുടെ സൂമിൽ ഉണ്ടായിരുന്നു 6 AM ക്ലബിൽ. നാളെ ഒരു പുതിയ സബ്ജക്റ്റുമായിട്ട് ഡോക്ടർ സുമേഷ് സാറാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ആ അവസരം എല്ലാവരും ഉപയോഗിക്കണമെന്നും കൂടി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് പുത്തൻ പ്രതീക്ഷകളുമായിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തുവാണോ, നിങ്ങൾ എന്ത് ആഗ്രഹം വെച്ചാണോ ബയോട്ടോറിയത്തിലേക്ക് വന്നിരിക്കുന്നത്, അത് നേടിയെടുക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം വരെ നിങ്ങളുടെ കൂടെ നമുക്ക് ഒരുമിച്ച് ഒന്നായി പോരാടാം എന്ന് പറഞ്ഞുകൊണ്ട് വിജയാശംസകളോട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ജയ്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ സാറേ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ? യെസ്. നാളത്തെ മീറ്റിംഗില് കോർ ലീഡേഴ്സ് അല്ലാതെ അടുത്തുള്ള ലീഡേഴ്സിന് പങ്കെടുക്കാൻ പറ്റുമോ? അടുത്തുള്ളവർക്കെല്ലാം വരാം, കാരണം ചെറിയ ഓഫീസ് ആയതുകൊണ്ട് അവിടെ സൗകര്യം കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്ത് പോകാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. സൗകര്യം പോലെ വന്നു. താങ്ക് യു. ഓക്കെ, അടുത്തുള്ള ലീഡേഴ്സ്. ഓക്കെ 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 താങ്ക് യു സർ. ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സർ. താങ്ക് യു മനോജ് സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗുഡ് നൈറ്റ്.